എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഷഷ്ടാക്ഷര സ്വരീത് ക്ലാസ് തുടങ്ങുന്നത് അതാളുടെ കുലദേവതയെയും ഗുരു കാരണവന്മാരെയും ഗുരു പരമ്പരയെയും മാതാപിതാക്കളെയും സ്മരിച്ച് അവരെ നമസ്കരിച്ചുകൊണ്ട് അവരെ പറ്റി അനുഭവിച്ചു നമസ്കരിച്ചുകൊണ്ട് അവരുടെ അനുവാദത്തോടു കൂടിയാണ് നമ്മൾ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുന്നത്. എല്ലാം നമസ്കരിക്കാം, പ്രാർത്ഥിക്കാം. കുലദേവത, കുടുംബവുമായി ബന്ധപ്പെട്ട ഗുരു കാരണവന്മാർ, നമ്മുടെ മറ്റ് പരമ്പരയിലുള്ള ഗുരുനാഥന്മാർ, ഗുരു പരമ്പര, സ്വന്തം മാതാപിതാക്കൾ. എന്തുണ്ടെങ്കിലും സ്വന്തം മാതാപിതാക്കൾ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. പ്രത്യക്ഷമായ ദൈവം അവരാ. മാതാച പാർവതീദേവി, പിതാദേവോ മഹേശ്വര, ബാന്ധവ ശിവഭക്താശ്ച സ്വദേശോ ഭവനത്രേ. നമ്മൾ നമസ്കരിക്കാം, മനസ്സിൽ പ്രാർത്ഥിക്കണം, പ്രവേശിക്കാം. നാമ ജപിച്ചുകൊണ്ട് തുടങ്ങാം. എല്ലാവരും നേരെ നിവർന്നിരുന്ന് ശിരസിൽ തൊട്ടുകൊണ്ട് എല്ലാവരും ശിരസിൽ തൊട. വാമദേവ ഋഷി മേൽച്ചുണ്ടിൽ പങ്ക്തിച്ഛന്ദ ഹൃദയത്തിൽ സദാശിവരുദ്രോ ദേവത. ഓം നമ ശിവായ, 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 ഓം നമ ശിവായ. വാമദേവ ഋഷി പങ്ക്തിച്ഛന്ദ സദാശിവരുദ്രോ ദേവത. ഗുരുർ ബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര, ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. അഖണ്ഡമണ്ഡലാകാരം വ്യാപ്തം യേന ചരാചരം തത്പദം ദർശിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ആനന്ദമാനന്ദകരം പ്രസന്നം ജ്ഞാനസ്വരൂപം നിജബോധരൂപം യോഗീന്ദ്രമീഢ്യം ഭവരോഗവൈദ്യം ശ്രീമദ്ഗുരും നിത്യമഹം ഭജാമി. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. വക്രതുണ്ഡമഹാകായ സൂര്യകോട്ടിസമപ്രഭ നിർവിഘ്നം കുരു മേ ദേവ സർവകാര്യേഷു സർവദാ. ഗജാനനം ഭൂതഗണാധിസേവിതം
കപിത്തജംബൂഫലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. വെള്ളപ്പളുങ്കു നിറമൊത്ത വിദഗ്ധരൂപീ കള്ളം കളഞ്ഞു കമലത്തിലെഴുന്ന ശക്തി വെള്ളത്തിലെ തിരകൾ തള്ളി വരും കണക്കേ എന്നുള്ളത്തിൽ വന്നു വിളയാടു സരസ്വതീ നീ. ഷഡാനനം കുങ്കുമരക്തവർണം മഹാമതിം ദിവ്യമയൂരവാഹനം രുദ്രസ്യ സൂനും സുരസൈന്യനാഥം ഗുഹം സദാഹം ശരണം പ്രപദ്യേ. ഹര ഹരോ ഹര ഹര ഹരോ ഹര ഹര ഹരോ ഹര ഹര ഹരോ ഹര. ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്ന് ശ്രേഷ്ഠാചാര സഭയുടെ ഓൺലൈൻ ക്ലാസ്സിലെ സുബ്രഹ്മണ്യോപാസന കുമാരദർശനം എന്ന പേരിലുള്ള സുബ്രഹ്മണ്യോപാസന ക്ലാസ് ആരംഭിക്കാൻ പോകുന്നു. ശ്രേഷ്ഠാചാര സഭയെ പറ്റി വളരെ ശ്യാം നമ്മോട് പറഞ്ഞു. ശ്യാം പ്രസാദാണ് ഈ ക്ലാസ് നിയന്ത്രിക്കുന്നത്. ഈ ക്ലാസിന്റെ നോക്കുന്ന ഓർഗനൈസ് ഇവിടെ ധാരാളം പ്രവർത്തകർ അദ്ദേഹത്തെ സഹായിക്കാനുണ്ട്. നമ്മളും ശ്രേഷ്ഠാചാര സഭയുടെ പ്രവർത്തകരാണ്. ഇന്ന് ആമുഖം മാത്രമാണ് തുടങ്ങുന്നത്. അടുത്ത ക്ലാസ് രണ്ടാഴ്ച കൂടുമ്പോഴാണ് ഒരു ഞായറാഴ്ച ക്ലാസ് ഉണ്ടാവുന്നത്. അപ്പൊ ഇനി അടുത്ത 7-ാം തീയതി ഞായറാഴ്ച, 14-ാം തീയതി അടുത്ത ക്ലാസ്. അപ്പൊ ഈ 2 ആഴ്ച കാലം നമ്മൾ ഈ ക്ലാസ് കേട്ട ശേഷം, ഇന്നത്തെ ഈ ആമുഖം കേട്ട ശേഷം നല്ലതാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂട്ടുകാരിലേക്കും ആവശ്യമുള്ള ബന്ധുക്കളിലേക്കും ഈ സന്ദേശം എത്തിക്കണം. അവരെ കൂടെ നമുക്ക് ഈ ക്ലാസ്സിൽ പങ്കെടുപ്പിക്കാൻ ശ്രമിക്കാം. ശ്രേഷ്ഠാചാര സഭ ഒരു സംഘടനയല്ല എന്ന് പറയും. കഴിഞ്ഞ 30-35 വർഷമായി കോഴിക്കോട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഒരു കൂട്ടായ്മയാണ്. ആധ്യാത്മിക കാര്യങ്ങൾ, പ്രത്യേകിച്ച് താന്ത്രികമായ ആധ്യാത്മിക കാര്യങ്ങൾ അത് പഠിക്കുകയും പ്രചരിപ്പിക്കുകയും കൂടെ സംസ്കാര ക്രിയകൾ, വിവാഹ സംസ്കാരം, ശവസംസ്കാരം, അതുപോലത്തെ മരണാനന്തര ക്രിയകൾ, അതേപോലെ ഗർഭകാല സംസ്കാരങ്ങൾ, ഈ തരം കാര്യങ്ങൾ, ആധ്യാത്മികതയും ആചരണങ്ങളും, ഷോഡശ സംസ്കാര ക്രിയകൾ, പ്രധാനപ്പെട്ട കാര്യങ്ങൾ പഠിക്കുകയും പ്രചരിപ്പിക്കുകയും ആചരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടായ്മയാണ്. ഇതിന് മെമ്പർഷിപ്പ് ഒന്നുമില്ല. സാധന ചെയ്യുക, ഒന്നിച്ച് നമുക്ക് നിൽക്കാം, അത്രയേ ഉള്ളൂ. അപ്പൊ ഇത് സമൂഹത്തിൽ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. നാമജപം മുതൽ സംസ്കാര ക്രിയകൾ വരെ നമുക്ക് സമൂഹത്തിന് ആവശ്യമാണ്. കാരണം ഈ നമ്മുടെ സമൂഹം നിൽക്കുന്നത് ഒരു ഭയാനകമായ ഒരു സാമൂഹ്യ അന്തരീക്ഷത്തിലാണ്. പ്രത്യേകിച്ചും ഹൈന്ദവ സമൂഹം ചിന്തിക്കുന്ന ഒരു വലിയ ഭയം ഉണ്ടാക്കുന്ന രീതിയിൽ എന്ത് സമൂഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. കാരണം കലികാലമാണ്. നേരത്തെ പറഞ്ഞിട്ടുണ്ട് കലി എങ്ങനെയാണ് അവതരിക്കുക, നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. കലി അവതരിക്കുന്നത് ഒരു കൈ നാവിലും ഒരു കൈ തന്റെ ലൈംഗികാവേശം പിടിച്ചുകൊണ്ടാണ് എന്നൊരു കഥയുണ്ട്. അപ്പൊ ഈ 2 കാര്യങ്ങളാണ് ഇന്ന് സമൂഹത്തെ നിയന്ത്രിക്കുന്നത്. ഇത് രണ്ടും വരുന്ന തലമുറ, വളർന്ന തലമുറ എത്രയോ നശിപ്പിക്കുന്നു എന്ന് നാം പ്രത്യക്ഷമായിട്ട് അനുഭവിക്കുന്നു. ആഹാരത്തോടുള്ള ആർത്തി, വിവിധ തരങ്ങളിൽ ആഹാരമുള്ള ആർത്തി. ഭാരതീയ സംസ്കാരത്തിന്, നമ്മുടെ കുടുംബ പാരമ്പര്യത്തിന് അനുയോജ്യമല്ലാത്ത രീതിയിലുള്ള ആഹാരക്രമങ്ങൾ നമ്മുടെ കുടുംബങ്ങളിൽ കയറി വരുന്നു. അതേപോലെ തന്നെ എല്ലാ തരത്തിലുള്ള ലൈംഗിക അരാജകത്വവും സമൂഹത്തിനുണ്ട്. ചിന്തിക്കുന്നവർക്ക് ഭയം ഉണ്ടാക്കുന്നു. അടുത്ത തലമുറയെ സമൂഹത്തിൽ എങ്ങനെ പറഞ്ഞയക്കുമെന്ന് പേടിച്ചുകൊണ്ട് കാലഘട്ടമുണ്ട്. അത് പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ ആധുനിക മാധ്യമങ്ങളും ഇഷ്ടം പോലെയുണ്ട്. ഇത് നമ്മൾ ന്യായീകരിക്കുന്ന
ഒരു വലിയ സമൂഹമാണ് ഇന്ന് നമ്മുടെ മുമ്പിലുള്ളത്. അവിടെ നമ്മുടെ കുട്ടികളെ രക്ഷിക്കാൻ നമ്മുടെ പൂർവികർ കാണിച്ചു തന്ന ഒറ്റ വഴി മാത്രമേ ഉള്ളൂ. വേറൊരു വഴി നമ്മുടെ മുമ്പിലില്ല. ലോകത്തിന് നന്മയ്ക്ക് വേണ്ടിയിട്ട് ഋഷീശ്വരന്മാർ തപസ് ചെയ്തിരുന്നു. ഇങ്ങനെ തപസ് ചെയ്തിരുന്ന കുടുംബങ്ങളായിരുന്നു ഹൈന്ദവ സമൂഹം. എല്ലാ കുടുംബങ്ങളും തപസ് ചെയ്തവരുണ്ടായി. അങ്ങനെ നമുക്ക് കുലദേവതയും ഗുരു കാരണവന്മാരൊക്കെ ഉണ്ടായത്. ഏത് കുടുംബത്തിൽ കേന്ദ്രബിന്ദു കുലദേവതയാണ്. ആ കുലദേവത സ്ഥാപിച്ചിരിക്കുന്നു ഒരു കാരണവരായിരിക്കുന്ന ഗുരുവാണ്. ആ കുടുംബത്തിൽ ആദ്യത്തെ കാരണവരാണ് ആ കുലദേവതയുടെ അവിടെ ഗുരുസ്ഥാനം നമ്മൾ ആരാധിക്കുന്നത്. ആ കാരണവർ പോയി തപസ് ചെയ്ത് തന്റെ ഉള്ളിൽ ചൈതന്യത വികസിപ്പിച്ച് ആ തപശക്തി ദേവതാരൂപേണ കുലദേവതയായിട്ട് കുടിവെക്കുന്നതാണ് കുലദേവത. അത് പ്രശ്നം. അപ്പൊ അദ്ദേഹത്തിന്റെ ഏറ്റവും ആദ്യത്തെ കാരണവർ, അതാണ് ഗുരു കാരണവന്മാർ എന്ന് പറയാൻ കാരണം. ഗുരുവും കാരണവരും ഒന്നിനാളാണ്. അത് തപസ് ചെയ്യുന്നു. ഏതെങ്കിലും ഗുരുനാഥന്റെ അടുത്ത് പോയിട്ട് ചില കഥയൊക്കെ ഉണ്ടോ അതിന്റെ പിന്നില്. വടക്കോട്ട് പോയി തെക്കോട്ട് പോയി കഥയൊക്കെ ഉണ്ടാവും. അവിടെ പോയിട്ട് തപസ് ചെയ്തു. എന്നിട്ട് അദ്ദേഹത്തിന്റെ കൂടെ ദേവത ഇങ്ങോട്ട് വന്നു എന്നൊക്കെ പറയാം. ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം കൂടെ വന്ന് അദ്ദേഹത്തിന്റെ ഉള്ളിൽ വളർത്തിയെടുത്ത് അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള ഈശ്വരിയെ വളർത്തി തപശക്തിയെ വളർത്തിയെടുത്ത് അതിനെയാണ് കുലദേവതാരൂപേണ പ്രതിഷ്ഠിക്കുന്നത്, കുടിവെക്കുന്നത്. അത് എപ്പോഴും കുലദേവതയെ ആരാധിക്കും. കൂടെ ഒരു ഗുരു ഉണ്ടാവും. എന്തിനാ സ്ഥാപിച്ചത്? തന്റെ കുടുംബം നിലനിൽക്കുന്ന കാലത്തോളം സൽസന്താനങ്ങളും സമ്പൽ സമൃദ്ധിയും ഉണ്ടാകണം എന്ന ഒറ്റ കാരണത്തിന് വേണ്ടി, ഒറ്റ ലക്ഷ്യത്തോടു കൂടി. തന്റെ കുടുംബം നിലനിൽക്കുന്ന കാലത്തോളം ലോകാവസാനം നിലനിൽക്കണം എന്ന ആഗ്രഹം. അവർക്ക് എല്ലാവർക്കും എന്ത് വേണം? സൽസന്താനങ്ങൾ ഉണ്ടാവണം, സമ്പൽ സമൃദ്ധി ഉണ്ടാകണം. ഇതാണ് സങ്കല്പം. സന്യാസിയാവാനും മോക്ഷം കിട്ടാനും ഒന്നും അല്ല കുലദേവതയെ ആരാധിക്കുന്നത്. ഒരു ദേവതയും ആരാധിക്കുന്നത് തന്റെ സുഖത്തിനും സമാധാനത്തിനും സമൃദ്ധിക്കും വേണ്ടിയിട്ടാണ്. ഈ ദേവതാരാധനത്തിന് വേണ്ടിയുള്ളതാണ്. കൂടെ മോക്ഷവും കിട്ടും, അത്രയേ ഉള്ളൂ. കാരണം ജീവിച്ചിന് സുഖമായിട്ട് ജീവിക്കണം, സമൃദ്ധി വേണം. സമൃദ്ധി പണം മാത്രമൊന്നുമല്ല, സമ്പത്ത് മാത്രമൊന്നുമല്ല സമൃദ്ധി. സ്നേഹത്തിന് സമൃദ്ധി വേണം, സമൃദ്ധമായിട്ട് സ്നേഹം വേണം. വിവേകം സമൃദ്ധമായിട്ട് വേണം, വിദ്യാഭ്യാസം സമൃദ്ധമായിട്ട്, അങ്ങനെ എന്തൊക്കെ ഭൗതിക സാഹചര്യം ഇതൊക്കെ നമുക്ക് സമൃദ്ധമായിട്ട് വേണം. കൂടെ എന്ത് വേണം? സൽസന്താനം ഉണ്ടാകണം. സൽസന്താനം എന്ന് പറയുന്നത് ആധ്യാത്മികതയാണ്. ഈശ്വരാനുഗ്രഹം കൊണ്ട് സൽസന്താനം ഉണ്ടാവുള്ളൂ. ഈശ്വര ആരാധനയുടെ ഫലമായിട്ട് മാത്രമേ സൽസന്താനങ്ങൾ ഉണ്ടാവുള്ളൂ. അടുത്ത തലമുറ നന്നാവണമെങ്കിൽ ഈ തലമുറയാണ് നന്നാവേണ്ടത്. കാരണം ഇപ്പൊ സാധാരണ പറയുന്നത് കുട്ടികൾ കേടുവരുന്നു എന്ന് പറയുന്നത് കുട്ടികൾ ആ പുതിയ തലമുറയാണ് കുറ്റം പറയാറ്. സത്യം അങ്ങനെയല്ല. അവർക്ക് വഴി കാണിച്ചു കൊടുക്കേണ്ട ഇന്നത്തെ തലമുറ അത് വേണ്ട പോലെ ചെയ്യാത്തത് കൊണ്ടാണ് ആ കേടുവരുന്നത്. വേണ്ട പോലെ ചെയ്യാൻ എന്ത് വേണം? തപശക്തി വേണം. പറഞ്ഞു കൊടുത്തിട്ടല്ല നന്നാക്കേണ്ടത്, ആഗ്രഹം കൊണ്ട് നന്നാവണം. നാം ഒരു കാര്യം നേടിയെടുക്കേണ്ടത് പറഞ്ഞു കൊടുത്തിട്ടല്ല, പകർന്നു കൊടുത്തിട്ടല്ല, ഇച്ഛാശക്തി കൊണ്ട് നമ്മൾ നേടിയെടുക്കാൻ കഴിയണം. അതിനെന്ത് വേണം? തപശക്തി വേണം. ആ തപശക്തി ആരാ നേടേണ്ടത്? സന്യാസിമാർ തപസ് ചെയ്യും. അവർക്ക് വ്യക്തിപരമായ ഒരു ആഗ്രഹമില്ല, ലോക നന്മയ്ക്ക് വേണ്ടി തപസ് ചെയ്യും. ബ്രഹ്മചാരി വിദ്യാഭ്യാസം കേട്ടോ. യഥാർത്ഥ തപസ് ചെയ്യേണ്ടത് ആരാണ്? ഗൃഹസ്ഥനാണ്. ഗൃഹസ്ഥനാണ് തപസ് ചെയ്യേണ്ടത്. അങ്ങനെ തപസ് ചെയ്യുന്ന ഗൃഹസ്ഥന്മാരുടെ നാടാണ് ഭാരതം. നമുക്കറിയാം, ഗീത നമ്മളെല്ലാവരും കേട്ടു, ഭഗവത്ഗീത നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്. ഭഗവാൻ കൃഷ്ണൻ നേരിട്ട് അർജുനോട് ഉപദേശിക്കുന്നതാണ് ഭഗവത്ഗീത. മറ്റ് പല ഗീതകളുണ്ട്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗീത വ്യാധഗീതയാണ്. വ്യാധൻ എന്ന് പറഞ്ഞാൽ ആരാ? ഇറച്ചിവെട്ടുകാരൻ. ഇറച്ചിവെട്ടുകാരന്റെ ഗീത വളരെ പ്രസിദ്ധമാണ്. ആ ഇറച്ചിവെട്ടുകാരൻ ഒരു ബ്രഹ്മചാരിക്ക് ഉപദേശിച്ചു കൊടുക്കുന്ന കഥയാണ്, ആ ഉപദേശമാണ് വ്യാസഗീത. ഇതിന്റെ പിന്നിൽ കഥയുണ്ട്.
സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി സമൂഹം നടത്തിയിരുന്നാണ് ഗുരുകുലങ്ങൾ. നടത്തിക്കൊണ്ടിരിക്കുന്ന സമൂഹമാണ്. സമൂഹത്തിന്റെ ചുമതലയായിരുന്നു ഗുരുകുലം നടത്തിക്കൊണ്ടുപോകുന്ന കാര്യം. ഒരു രക്ഷാകർത്താവ് അച്ഛനും അമ്മയും കുട്ടിക്ക് വിദ്യാഭ്യാസ കാലഘട്ടമായി കഴിഞ്ഞാൽ തന്റെ കുഞ്ഞിനെ ഗുരുനാഥൻ ഏൽപ്പിക്കുന്നു. ഗുരുനാഥൻ ഗായത്രി മന്ത്രം ഉപദേശിച്ച് ആ ഗുരുവിന്റെ ശിഷ്യനായിട്ട് സ്വീകരിക്കുന്നു. പിന്നെ ഗുരുവിന്റെ പരമ്പരയിലാണ് അറിയപ്പെടുന്നത്. ഗോത്രത്തിന്റെ പേര് പോലും ഗുരുവിന്റെ പരമ്പരയിലാണ് അറിയപ്പെടുന്നത്. ജൈവശാസ്ത്രപര പാരമ്പര്യത്തിൽ നിന്ന് മാറി ആധ്യാത്മിക പാരമ്പര്യത്തിൽ മാറുന്നു. പിന്നെ ഗുരുവാണ് തന്റെ മകനേക്കാൾ സ്നേഹപൂർവ്വം ശിഷ്യന്മാരെ വളർത്തിയെടുക്കുന്നത്. അങ്ങനെ ഗുരുകുലങ്ങളിൽ ഒരു ഗുരുകുലത്തിലെ ഒരു ബ്രഹ്മചാരി, ഗുരുകുലം ജീവിക്കുക ബ്രഹ്മചര്യം. ബ്രഹ്മചര്യ വിദ്യാഭ്യാസം പൂർത്തിയായാണ് ബ്രഹ്മചര്യ സമാവർത്തനം നടത്തിയാൽ വിവാഹ ജീവിതത്തിന് വേണ്ടി കുടുംബത്തിലേക്ക് തിരിച്ചയക്കുന്നത്. ഒരു ബ്രഹ്മചാരി വിദ്യാഭ്യാസം പൂർത്തിയാവാറ് ഒരു സന്ധ്യാസമയത്ത് അയാൾ പോയിട്ട് തൻ്റെ ആശ്രമത്തിന് സമീപമുള്ള അരുവിയിൽ ഒരു നദിയിൽ സന്ധ്യാവന്ദനം ചെയ്യാൻ പോയി. സന്ധ്യാവന്ദനത്തിന് വേണ്ടി ജലം കയ്യിലെടുത്തു. സൂര്യന് അർഘ്യം കൊടുത്ത് ജലം കയ്യിലെടുത്ത് മന്ത്രം ജപിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറെ ചെറിയ ചെറിയ പക്ഷികൾ, തിത്തിരി പക്ഷിനെ പറന്നു പോയതിന് മുകളിലൂടെ അതിൽ കുസൃതിയുള്ള ഒരു തിത്തിരി പക്ഷി ഉണ്ടായിരുന്നു. ആ തിത്തിരി പക്ഷി ഒരു കാഷ്ടം കിട്ടും. പക്ഷെ നേരെ പോയി വീണത് എവിടെയാണ്? ഈ ബ്രഹ്മചാരി കയ്യിലെടുത്ത സന്ധ്യാവന്ദനം കയ്യിലെടുത്ത ജലത്തിലാണ്. ആർക്കും വിഷമം തോന്നില്ലേ? കുടിയൊക്കെ കഴിഞ്ഞ് സന്ധ്യാവന്ദനം ചെയ്യുമ്പോൾ ശുദ്ധമാകുമ്പോൾ കുറച്ച് കാഷ്ടം വന്ന് വീഴുന്നു. വിഷമിച്ചു ഇയാളെ വിഷമത്തോടുകൂടെ നോക്കിയ സമയത്ത് അയാളുടെ ദൃഷ്ടി പതിച്ച സമയത്ത് ആ തിത്തിരി പക്ഷി കരിഞ്ഞ് പുഴയിൽ വീണു, ഒഴുകി വീണു. അപ്പൊ ഇയാൾക്ക് തോന്നി, എന്റെ തപസ്സിന് ഇത്ര ശക്തി ഉണ്ടല്ലോ എന്നല്ല വിചാരിച്ചു. സ്വാഭാവിക മനുഷ്യനാണല്ലോ. അത് കഴിഞ്ഞ് അശോകരുടെ കാര്യം പറഞ്ഞതൊന്നുമില്ല. ആശ്രമം തിരിച്ചുപോയി. പിറ്റേ ദിവസം പ്രഭാതത്തില് സന്ധ്യാവന്ദനം കഴിഞ്ഞ ശേഷം ബ്രഹ്മചാരിയുടെ ചുമതലയാണ് ഭിക്ഷാടനം ചെയ്യണം. അത് വാങ്ങി കൊണ്ടുവന്നിട്ട് വേണം ആ ആശ്രമത്തിൽ അന്നത്തെ ചെലവ് കഴിയുന്നത്. രാവിലെ ഇദ്ദേഹം ഭിക്ഷാപാത്രത്തോട് ഗ്രാമത്തിലേക്ക് ഇറങ്ങി. ഗൃഹസ്ഥന്റെ ധർമ്മമാണ് ഭിക്ഷ കൊടുക്കുക എന്നുള്ള കാര്യം. കാരണം അന്ന് ഇന്നത്തെ പോലെ പഠിക്കാനുള്ള ഫീസോ അല്ലെങ്കിൽ ഈ തരത്തിലുള്ള ഇന്നത്തെ കാലത്തുള്ള കോഴയൊന്നും ഉണ്ടായിരുന്നില്ല. ഗൃഹസ്ഥന്മാർ അവർ അതാത് ദിവസത്തെ ആവശ്യമുള്ള ഭിക്ഷ കൊടുക്കും. അതുകൊണ്ട് ഗുരുവിനെ ഏൽപ്പിച്ച്, ഗുരുപത്നിയെ ഏൽപ്പിച്ച് ആ ദിവസം കഴിഞ്ഞു. ഇതാണ് കഥ. അപ്പൊ ഒരു വീട്ടിൽ ചെന്നു. ആരും പുറത്താരും കാണുന്നില്ല. വാതിലൊക്കെ തുറന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു അപ്പൊ ഈ ബ്രഹ്മചാരി ഭിക്ഷ തേടുമ്പോഴേ അപ്പൊ ഭിക്ഷാം ദേഹി എന്നാണ് പറയേണ്ടത്. ഭവതി ഭിക്ഷാം ദേഹി. ഇന്നും ചില ഉപനയന ചടങ്ങുകൾ നമുക്ക് പോയാൽ കാണാൻ കഴിയും. ആ ഉറക്കെ പറഞ്ഞു ഭിക്ഷാം ദേഹി. ഇവിടുന്ന് ഒരു മറുപടിയില്ല. വീണ്ടും ഉറക്കെ പറഞ്ഞു ഭിക്ഷാം ദേഹി എന്നുണ്ട്. അപ്പൊ അമ്മ പറഞ്ഞു, അകത്തൊരു അമ്മയുടെ ശബ്ദം കേട്ടു. അവിടെ ഇരിക്കൂട്ടോ, നിൽക്കൂട്ടോ, ഞാനിപ്പോ വരാം. കുറച്ച് കഴിഞ്ഞ് ആരും വരുന്നില്ല. അപ്പൊ ഇതിനെക്കുറിച്ച് ദേഷ്യത്തോടു കൂടി, എന്റെ തപശക്തി ഇവർക്ക് അറിയില്ലല്ലോ, ഇന്നലത്തെ തിത്തിരി പക്ഷിയുടെ കഥ അറിഞ്ഞില്ലല്ലോ എന്ന് മനസ്സിൽ വിചാരിച്ചു. അപ്പൊ അമ്മ അകത്ത് പറഞ്ഞു, ഞാൻ തിത്തിരി പക്ഷിയല്ല കേട്ടോ എന്ന് പറഞ്ഞു. വിറച്ചുപോയി ബ്രഹ്മചാരി. ഇതാ കാരണം ആർക്കും അറിയാത്ത സ്വകാര്യമായ ഒരു സംഭവമാണ്. അയാളെ വിറച്ചു പേടിച്ചു. അവിടെ ഇരുന്നു. കുറച്ച് കഴിയും അമ്മ വന്നു. അമ്മ പറഞ്ഞു, എന്റെ ധർമ്മം ഞാൻ നിർവഹിക്കാം. ഞാൻ ഗൃഹസ്ഥയാണ്. എന്റെ ഭർത്താവിന്റെ അമ്മയും അച്ഛനും പ്രായമുള്ളവർ ശുശ്രൂഷിക്കേണ്ട ജോലിയാണ്. ഞാൻ അവരെ കുളിപ്പിച്ച് വൃത്തിയാക്കി ആഹാരം കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കാത്തിരിക്കുകയാണ്. അത് കഴിഞ്ഞ് ആഹാരം കഴിച്ചിട്ട് അദ്ദേഹം വന്നു പറഞ്ഞു. ബ്രഹ്മചാരി നമസ്കരിച്ചു നേരെ. ഇന്നത്തെ വിദ്യാർത്ഥികളുടെ നിഷേധാത്മകമായ മനോഭാവമല്ലാതെ വിനയാന്വിതനായ സംസ്കാരമുള്ള വിദ്യാർത്ഥികളാണ് ഭാരതീയ പരമ്പരയുണ്ടായിരുന്നത്. ആ വിദ്യാർത്ഥി തന്റെ തെറ്റ് മനസ്സിലാക്കി നമസ്കരിച്ചു. അമ്മ പറഞ്ഞു, ചില ഉപദേശങ്ങൾ കൊടുത്തു. ആ അമ്മ കുറച്ച് ഉപദേശങ്ങൾ കൊടുത്തു. ഉപദേശം കൊടുക്കാൻ കഴിഞ്ഞ തപസ്സുണ്ടായിരുന്നുകൊണ്ടാണ്. അമ്മയ്ക്ക് തപസ്സുണ്ടായിരുന്നുകൊണ്ടാണ്. ബ്രഹ്മചാരിയേക്കാൾ തപസ്സുണ്ടായിരുന്ന ഒരു ഗൃഹസ്ഥന്മാരുടെ, സ്ത്രീകളുടെ, അമ്മമാരുടെ നാടാണിത്. എന്നൊരു ഉപദേശം കൊടുത്തു കഴിഞ്ഞു. ബാക്കി പറഞ്ഞു. അന്ന് അവർ പറഞ്ഞു, ഈ ബാക്കി കാര്യങ്ങൾ അടുത്ത ഗ്രാമത്തിൽ ഒരു വ്യാധനുണ്ട്, ഇറച്ചിവെട്ടുകാരനുണ്ട്, അവന്റെ അടുത്ത് പോയി കേൾക്കാൻ പറഞ്ഞു. ആ അമ്മ പറഞ്ഞതുപോലെ അടുത്ത ഗ്രാമത്തിലേക്ക് നടന്നു.
അന്വേഷിച്ച് ആ വ്യാധനെ കണ്ടുപിടിച്ചു. അതിനെ അവിടെ ഇറച്ചി വിറ്റുകൊണ്ടിരിക്കുകയാണ്. കടയിൽ ഇറച്ചി വിറ്റുകൊണ്ടിരിക്കുകയാണ്. അപ്പോ അവിടെ പോയി ഒന്നും പറഞ്ഞില്ല. ആ വ്യാധൻ ഇയാളെ പരിഗണിച്ചത് പോലുമില്ല. സാധാരണ ഒരു ഇറച്ചിക്കടയിൽ ബ്രഹ്മചാരി ഒന്ന് ശ്രദ്ധിക്കണ്ടേ? അത് ശ്രദ്ധിച്ചില്ല. അയാൾക്കറിയാം. ഒന്നും പറഞ്ഞില്ല. അയാൾ ജോലിയൊക്കെ കഴിഞ്ഞ് എല്ലാം കടയൊക്കെ വൃത്തിയാക്കി, എല്ലാം അടച്ച് പൂട്ടി വൃത്തിയാക്കിയിട്ട് എല്ലാ ഇറച്ചിയൊക്കെ വിറ്റ് കഴിഞ്ഞു. അതൊക്കെ വൃത്തിയാക്കി കുറച്ച് ആഹാരമൊക്കെ എടുത്ത്, കുറച്ച് ഇറച്ചിയൊക്കെ വീട്ടിലേക്ക് എടുത്ത്, പൈസയൊക്കെ എടുത്ത് പോക്കറ്റിൽ വെച്ച് വീട്ടിലേക്ക് തിരിച്ചുപോയി. ബ്രഹ്മചാരി പിന്തുടർന്നു. വീട്ടിൽ ചെന്നു. സ്വന്തം വീട്ടിൽ ചെന്നു. അകത്തേക്ക് പോയി. ഒന്നും പറഞ്ഞില്ല. ബ്രഹ്മചാരി പരിഗണിച്ചത് പോലുമില്ല. അകത്ത് പോയി. ബ്രഹ്മചാരി അവിടെ ഇരുന്നു. കുറെ കഴിഞ്ഞു അദ്ദേഹം പുറത്തു വന്നു. കുറച്ച് ആഹാരം എടുത്ത് പുറത്തു വന്നു. അദ്ദേഹം ഇരിക്കാൻ പറഞ്ഞു. ഒന്നിച്ച് ആഹാരം കഴിക്കാം എന്ന് പറഞ്ഞ ആഹാരം കഴിക്കാൻ. അപ്പോഴേ ഈ ഇറച്ചിവെട്ടുകാരൻ പറഞ്ഞു, എന്റെ ജോലി ഇറച്ചി വെട്ടണം. എന്റെ കർമ്മം അതാണ്. അതിൽ പണം കൊണ്ടുവന്ന് ഞാൻ എന്റെ കുടുംബം നടന്നു. എന്റെ കുടുംബത്തിൽ എന്റെ അച്ഛനും അമ്മയും പ്രായമായി. അവർ ശുശ്രൂഷിക്കുന്നതിന്റെ ജോലി. ഞാനിവിടെ വന്ന് അവർ കുളിപ്പിച്ച് അവർക്ക് ആഹാരം കൊടുത്ത് വൃത്തിയായി അവർ സ്വസ്ഥമാണ്. ഇനി നമുക്ക് സംസാരിക്കാം എന്ന് പറഞ്ഞ ശേഷം ഈ ബ്രഹ്മചാരി കുറച്ച് ഉപദേശങ്ങൾ കൊടുത്തു. അതാണ് വ്യാധഗീത എന്ന് പ്രസിദ്ധമായ വ്യാധഗീത. ഇതിനർത്ഥം എന്താണ്? ഭാരതത്തിലെ ഇറച്ചി വീട്ടുകാർക്ക് പോലും ആധ്യാത്മിക ചൈതന്യം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം, വീട്ടമ്മമാർക്ക് പോലും ആ ചൈതന്യം ഒരു കാലഘട്ടം, അതിന്റെ പിന്തുടർച്ചാവകാശങ്ങളാണ്. ഭാരതത്തിന്റെ ആ പൗരാണികമായ തപശക്തിയുടെ ചൈതന്യത്തിന്റെ പിന്തുടർച്ചയാണ് ഓരോ കുടുംബത്തിലെ കുലദേവതയും ഗുരുകാരണവന്മാരും. ഇന്ന് കേരളത്തിലെ സാമൂഹ്യ അന്തരീക്ഷം ശുദ്ധമാവണം, നന്നാവണമെങ്കിൽ, അടുത്ത തലമുറ നന്നാവണമെങ്കിൽ ആ പൂർവികന്മാർ എന്താചരിച്ചു അത് വേണ്ട പോലെ ആചരിച്ച് മുൻപോട്ട് പോയാൽ ഓരോ കുടുംബവും രക്ഷപ്പെടും. ഇത് കേവലം ഒരു സിദ്ധാന്തമല്ല. കഴിഞ്ഞ 30 വർഷക്കാലത്തെ അനുഭവം കൊണ്ടാണ് ശ്രേഷ്ഠാചാര്യ സഭ ഇക്കാര്യം പറയുന്നത്. രക്ഷപ്പെടണമെങ്കിൽ കുലദേവതയും അവിടുത്തെ ഗുരുകാരണന്മാരെയും തിരിച്ചു കൊണ്ടുവരാം. ഈ കുലദേവതയും ഗുരുകാരണന്മാരെയും വേണ്ട പോലെ ആചരിച്ചിരുന്ന കാലഘട്ടത്തിൽ ഓരോ കുടുംബത്തിലും ശക്തിയും ശേഷിയും സമ്പത്തും സമൃദ്ധിയൊക്കെ ഉണ്ടായിരുന്നു. സന്താനം ഉണ്ടായിരുന്നു. കാലം മുൻപോട്ട് പോയ സമയത്ത് ധാരാളം പാശ്ചാത്യ സംസ്കാരത്തിന്റെ സ്വാധീനം കൊണ്ട് വൈദേശികമായ ആദർശങ്ങൾ, നിഷേധാത്മകമായിരിക്കുന്ന നിരീശ്വരവാദപരമായ ആദർശങ്ങളുടെ അതിപ്രസരം കൊണ്ട് നമ്മുടെ നാട്ടില് ഈ കുലദേവത അന്ധവിശ്വാസമാണ്, നമ്മുടെ പൂർവികന്മാർ വിഡ്ഢികളാണ് എന്ന ഒരു ചിന്താഗതി വളർന്നു. അതിന്റെ ഫലമായിട്ടാണ് ഇന്ന് ഈ സമൂഹം നശിക്കാൻ കാരണം. അപ്പോ അത് ആരാധിച്ചിരുന്ന കാലത്ത് വേണ്ട ഒരു സമൃദ്ധി ഉണ്ടായിരുന്നു. അന്ന് സർപ്പക്കാവ് ഉണ്ടായിരുന്നു. ഓരോ കുടുംബത്തിലും ഓരോ കുടുംബത്തിൽ കുലദേവത ഉണ്ടായിരുന്നു. സ്വത്ത് ഭാഗിക്കുന്നതിന്റെ ഫലമായിട്ട് ഇത് മുഴുവൻ നശിപ്പിച്ചു കളഞ്ഞു. മിക്കവാറും കുടുംബം നശിപ്പിച്ചു. പാമ്പിനെ ആരാധിക്കുന്ന അന്ധവിശ്വാസമാണെന്ന് പറഞ്ഞ് അവിടെ കപ്പ നടാം എന്ന് പറഞ്ഞ സർപ്പക്കാവ് നശിപ്പിച്ച് വീതിച്ചെടുത്ത് അവിടെ വീടും കുടിലുമൊക്കെ ഉണ്ടാക്കി, വിറ്റു പൈസയൊക്കെ ഉണ്ടാക്കി. പക്ഷെ ഇന്ന് അവിടെ കപ്പയും ഉണ്ടാവുന്നില്ല. അതിന്റെ ദുരന്ത ഫലം ഓരോ തലമുറയും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. സർപ്പക്കാവ് നശിപ്പിച്ചതിന്റെ ഫലമായിട്ട് സന്താനം ഇല്ലായ്മ, അതുപോലെ തന്നെ ദുരിതങ്ങള്, ത്വക്ക് രോഗങ്ങള്, പല രോഗങ്ങള്, മാനസിക രോഗങ്ങളൊക്കെ ഉണ്ട് ഓരോ കുടുംബം അനുഭവിച്ചുകൊണ്ടിരിക്കും. സർപ്പക്കാവ് മാത്രമല്ല, ആ കുലദേവം നശിപ്പിച്ചതിന്റെ ഫലമായിട്ട്, ഭാഗിച്ചെടുത്തതിന് ഫലമായിട്ട് അവിടെ വാങ്ങിയവർക്ക് അവിടെ താമസിക്കുന്ന ഒരു സ്വസ്ഥത ഇല്ല എന്ന് മാത്രമല്ല, ആ സമ്പത്ത് ഉപയോഗിക്കാൻ അടുത്ത തലമുറയ്ക്ക് പറ്റുന്നില്ല. ഇന്നെല്ലാവരും അന്വേഷിച്ചു നടക്കുക, എവിടെയാ കുലദേവതയെ കിട്ടുക? ജ്യോത്സ്യന്മാരെ കാണും, അവർ പരിഹാരം പറയും. ലക്ഷക്കണക്കിന് രൂപ പരിഹാരങ്ങൾക്ക് വേണ്ടി ചെലവാക്കിയ ധാരാളം ആളുകൾ ഞങ്ങൾക്ക് നേരിട്ടറിയാം. അവരോട് തിരിച്ചു വരാൻ പറഞ്ഞാൽ എങ്ങനെ തിരിച്ചു വരുന്ന അറിയില്ല. ആ കുലദേവനെ എങ്ങനെ കണ്ടുപിടിക്കുന്ന പലർക്കും അറിയില്ല. പക്ഷെ എളുപ്പമാണ്. കുലദേവത പ്രത്യേകത, വിളിച്ചാൽ വിളി കേൾക്കും. ആ പിൻതലമുറക്കാർ വെറുതെ വിളിച്ചാൽ മതി, എന്റെ അമ്മയെ എന്ന് ഉറച്ചു വിളിച്ചാൽ അമ്മ നമ്മൾ അനുഗ്രഹിക്കും. കാരണം മാതൃഭാവത്തിലാണ് എല്ലാ കുലദേവതയും.
ആ ഗുരുകാരണവന്മാരുടെ തപശ്ചക്രയാണ് അവിടെ ദേവതാരൂപേണ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അവരുടെ ചൈതന്യം തന്നെയാണ് ജൈവശാസ്ത്രപരമായി അതിന്റെ പിന്തുടർച്ചാവകാശികൾ നമ്മുടെ ഉള്ളിലുള്ളത്. നമ്മളും ആ കുലദേവിയും തമ്മിൽ ഒരു സമാനമായ ഒരു ശബ്ദ ഒരു തരംഗ ദൈർഘ്യമുണ്ട്. അതുകൊണ്ട് നഷ്ടപ്പെട്ടു പോയത് പോട്ടെ. എന്റെ അമ്മയെന്ന് ഉറക്ക വിളിച്ചാൽ വിളി കേൾക്കുമെന്ന് അനുഭവിച്ച ധാരാളം ആളുകൾ നമ്മുടെ കൂടെയുണ്ട്. ജ്യോത്സ്യന്മാർ പ്രശ്നം വെച്ചാൽ അവർ പറയും പ്രതിഷ്ഠിക്കണം, തന്ത്രി വേണം, മന്ത്രി വേണം എന്നൊക്കെ പറയും. അവർക്കൊരിക്കലും നമ്മുടെ കുലദേവതയെ തിരിച്ചറിയാൻ പറ്റില്ല. കാരണം നമ്മുടെ പൂർവികന്മാർ എന്താണ് വിളിച്ചത്? എന്റെ അമ്മയെ എന്ന് വിളിച്ചു. ഇങ്ങനെ ഉറച്ചു വിളിക്കാൻ ആ കുടുംബത്തിന് പുറത്തുള്ള ആർക്കും പറ്റില്ല. അവിടെ തന്ത്രത്തിനും മറ്റൊന്നുമല്ല പ്രാധാന്യം, സങ്കല്പത്തിനാണ്. കുലദേവ പ്രാധാന്യം സങ്കല്പത്തിനാണ് പ്രാധാന്യം. ആത്മാർത്ഥമായിട്ട് അവിടുത്തെ ഗുരുകാരണവന്മാരെ പ്രതിഷ്ഠിക്കണം, അത് സ്ഥാപിക്കണമെങ്കിൽ അതാത് കുടുംബത്തിലുള്ളവരാണ് ചെയ്യേണ്ടത്. കാരണം എന്റെ ഗുരുകാരണവന്മാരെ, എന്റെ കാരണവരെ എന്ന് വിളിച്ച് സങ്കല്പിക്കാൻ മറ്റൊരാൾക്ക് പറ്റില്ല. അവരുടെ സാങ്കേതിക താന്ത്രികമായ തന്ത്രത്തിന്റെ സാങ്കേതികത ഉപയോഗിച്ചുകൊണ്ട് ചെയ്യും. പക്ഷെ ഇവിടെ മന്ത്രത്തിനുമില്ലാത്തല്ല പ്രധാനം, സങ്കല്പത്തിലാണ് പ്രധാനം. കുലദേവതയും ഗുരുകാരണവന്മാരെ ആരാധിക്കാൻ സങ്കല്പത്തിനാണ് പ്രധാനം. അതുകൊണ്ട് ശ്രേഷ്ഠാചാര്യസ്വ കഴിഞ്ഞ് കുറേ വർഷങ്ങളായിട്ട് കുലദേവതാരാധന പഠിപ്പിക്കുന്നു. അങ്ങനെ കുറെ മുൻപോട്ട് പോയ സമയത്ത് പലർക്കും ആവശ്യം പറഞ്ഞു, ഞങ്ങളുടെ പൂർവികന്മാർ സുബ്രഹ്മണ്യനെ ആരാധിച്ചിരുന്നു എന്ന് കണ്ടെത്തുകയും അതിന്റെ ക്രമം വേണം എന്ന് പറഞ്ഞതിന്റെ ഫലമായിട്ട് പലരും ആവശ്യപ്പെടുന്ന ഫലമായിട്ടാണ് നമ്മൾ സുബ്രഹ്മണ്യ ഉപാസന പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയ കുമാരദർശനം എന്ന പേരിൽ സുബ്രഹ്മണ്യ ഉപാസന നമ്മുടെ പാഠ്യപദ്ധതി ഉൾപ്പെടുത്തി. നമ്മളെല്ലാ പാഠ്യപദ്ധതി എല്ലാ ക്ലാസ്സുകളിലും നമുക്ക് ധാരാളം ക്ലാസ്സുകളുണ്ട്. കോഴിക്കോട്, കണ്ണൂരും പലപ്പോഴും ബാംഗ്ലൂരും ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഒരു സമ്പ്രദായമുണ്ട്. അത് കഴിഞ്ഞാൽ നമ്മൾ അവർ സുബ്രഹ്മണ്യ പൂജ ക്ലാസ് എടുത്ത് കൊടുക്കാറുണ്ട് പലപ്പോഴും ആവശ്യമുള്ളവർക്ക്. അതുപോലെ തന്നെ ശ്രീവിദ്യാ സമ്പ്രദായത്തിൽ നമുക്ക് 3 ക്ലാസ് ഉണ്ട്, ഓൺലൈനിലുണ്ട്. വ്യാഴം, വെള്ളി, ശനി 3 ദിവസങ്ങൾ. 2 ക്ലാസ്സുകൾ കുറച്ച് പഴയ ക്ലാസ്സുകളാണ്. ഒരു 2 വർഷത്തിൽ കൂടുതൽ 2 ക്ലാസ് ഓൺലൈൻ നമ്മുടെ കൊറോണ കാലത്ത് തുടങ്ങിയത്. 2 ക്ലാസ്സിലും സുബ്രഹ്മണ്യ ഉപാസന കുമാരദർശനം എടുത്തു കഴിഞ്ഞു. ഇനി പുതിയ ക്ലാസ് അടുത്ത് തുടങ്ങിയിട്ടേ. ഇതുപോലെ നമ്മൾ വെറും സുബ്രഹ്മണ്യ ഉപാസന മാത്രമായിട്ട് ധാരാളം ക്ലാസ്സുകൾ എടുത്തു കഴിഞ്ഞു. എനിക്ക് 4-5-6 ക്ലാസ് എടുത്തു കഴിഞ്ഞു. കേവലം ഒരു 6 ആഴ്ച നീണ്ടുന്ന ക്ലാസ്സുകളാണ് ഇതൊക്കെ. 6 ആഴ്ച നീണ്ടു നിൽക്കും. അത് തുടങ്ങാൻ കാരണം ഇതുകൊണ്ടാണ്. ഫലം അനുഭവിക്കുന്നുണ്ട് പലരും സുബ്രഹ്മണ്യ ഉപാസന. കാരണം കേരളത്തിൽ സുബ്രഹ്മണ്യ ഉപാസന വളരെ പ്രധാനപ്പെട്ടതാണ്. കുലദേവതയെ പോലെ പ്രാധാന്യമുള്ളതാണ് ഈ ക്ലാസ്. ഒരു സെക്കൻഡ്, ഞാൻ ഒന്ന് ഫാൻ ഓൺ ചെയ്തു, ചൂടെടുക്കുന്നു. ഒരു സെക്കൻഡ്. ശരി. അപ്പോഴ് ഈ കേരളത്തിൽ എന്താ സുബ്രഹ്മണ്യന്റെ പ്രാധാന്യം എന്ന് ചോദിച്ചു. കേരളത്തിലും തമിഴ്നാട്ടിലും തുല്യ പ്രാധാന്യമുണ്ട്. കേരളത്തില് ധാരാളം സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളുണ്ട്. വലിയ വിഗ്രഹങ്ങൾ സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളാണ് പൊതുവെ കേരളത്തിലുള്ളത്, ക്ഷേത്രങ്ങളായിട്ടുള്ളത്. അത് കേരളത്തിലെ ഏറ്റവും പഴയ സംസ്കാരത്തിന്റെ ഭാഗമാണ്. സഖ്യാനന്ദ സ്വാമി എഴുതിയ കലികാലാവലോകനം എന്ന് പറയുന്നൊരു ചരിത്ര ഗ്രന്ഥമുണ്ട്. അതിനകത്ത് പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ കേരളത്തിലെ ഏറ്റവും പഴയ ബ്രാഹ്മണർ ശിവദ്വിജന്മാരായിരുന്നു എന്ന് പറയാറുണ്ട്. കാരണം മുൻപോട്ട് പോയ സമയത്ത് അത് 32ഓളം അവാന്തര വിഭാഗങ്ങളായിട്ട് മാറിയിരുന്നു. ഉടുപ്പി കേന്ദ്രമാക്കിയിട്ട് ഒരു വൈഷ്ണവമായിരിക്കുന്ന ബ്രാഹ്മണരുടെ മുന്നേറ്റം കേരളത്തിൽ ഉണ്ടായി എന്നും ഒക്കെ ഒരു ചരിത്രമുണ്ട്. ആ സമയത്ത് പഴയ ബ്രാഹ്മണർക്ക് സമൂഹ സ്വാധീനം കുറഞ്ഞു. കുറെ ചരിത്രപരമായ കാരണം കുറേയുണ്ട്, നമുക്ക് യുക്തിഭദ്രമായ കുറെ കാരണങ്ങളുണ്ട്. എന്തായാലും ആ പഴയ ബ്രാഹ്മണരുടെ ഉടമസ്ഥതയിലാണ് അവരുടെ ഊരാളന്മാരായിട്ടാണ്, അവരുടെ
ആ, അവക- ഉടമസ്ഥരിൽ കേരളത്തിലെ മിക്കവാറും എല്ലാ പഴയ ക്ഷേത്രങ്ങളും ഉണ്ട്. മൂസതെന്നും നമ്പി എന്നൊക്കെ പറയുന്ന കുറെ ആളുകളുണ്ട്. കുറെ തറവാട്ടുകളുണ്ടായിരുന്നു. കേരളത്തിൽ ഏത് സുബ്രഹ്മണ്യ ക്ഷേത്രം എടുത്താലും ആ തരം ആളുകളുടെ വകയായിട്ട് നമുക്ക് കാണാൻ കഴിയും. മനസ്സിലായില്ലേ? കേരളം മുഴുവൻ മിക്കവാറും പഴയ പല ക്ഷേത്രങ്ങളും അവരുടെയാണ്. ഈ സുബ്രഹ്മണ്യ ക്ഷേത്രം മാത്രമല്ല, പല ക്ഷേത്രങ്ങളും അവരുടെയാണ്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നമ്പിയുടെ പുഷ്പാഞ്ജലി നമ്പി എന്നൊക്കെ പറയുന്ന കുറെ ആൾക്കാരൊക്കെ ഉണ്ട്. ആരൊക്കെ ഉണ്ട് അവിടെ. അത് കാരണം ഇതുകൊണ്ടാണ്, ആ നമ്പിമാരുടെ പാരമ്പര്യമാണ് അവിടെ നിലനിൽക്കുന്നത്. കോഴിക്കോട് തളീക്ഷേത്രത്തിലെ പട്ടത്താനം പോലും നടത്തുന്ന സാമൂതിരി ഇവിടുത്തെ മുസദ്മാരെ വധിച്ചിട്ടാണ് തളീക്ഷേത്രം കൈവശപ്പെടുത്തിയത്. അതിന്റെ പരിഹാരമായിട്ടാണ് പട്ടത്താനം നടത്തുന്നത് കേട്ടിട്ടുണ്ട്. എന്നാൽ ഈ തരത്തിലുള്ള പഴയ ബ്രാഹ്മണര് കേരളം മുഴുവനുള്ള സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളുടെ ചുമതല അവരാണ്. ഏറ്റവും പഴയ കേരളത്തിലെ പഴയ സംസ്കാരവുമായി ബന്ധപ്പെട്ട സുബ്രഹ്മണ്യ ക്ഷേത്രം. ഇത് മാത്രമല്ല, കേരളത്തിലെ സാധാരണക്കാരായ ആളുകൾ, ഏറ്റവും താഴേക്കടികളാണെന്ന് പറയപ്പെടുന്ന ആളുകൾ, അവരും സുബ്രഹ്മണ്യം ആരാധിച്ചിരുന്നു. കാരണം എളുപ്പത്തിൽ സിദ്ധി വരുന്ന ദേവതയാണ് സുബ്രഹ്മണ്യം. ആ സുബ്രഹ്മണ്യോപാസന കേരളത്തിൽ സ്വാധീനം ഉണ്ടായി, നല്ല സ്വാധീനം ഉണ്ടായി. കാരണം അന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ഉണ്ടായത് പഴനിമലയ്ക്കാണ്. പഴനി സുബ്രഹ്മണ്യ ആരാധന വളരെ പ്രധാനമായിരുന്നു. അന്ന് ധാരാളം ആളുകൾ ജീവിത പ്രയാസവും ബുദ്ധിമുട്ടും ദാരിദ്ര്യവും രോഗമുണ്ടായാൽ, നേരത്തെ ചൊല്ലിയ ആ ശ്ലോകത്തിൽ തന്നെ പറഞ്ഞു, അതിമഹത്തായ മഹാരോഗം ഉണ്ടായാൽ, ആദ്യം ചൊല്ലിയ റെക്കോർഡ് കേട്ടവർക്ക് മനസ്സിലാവും. മഹാരോഗങ്ങൾ, കുഷ്ഠം പോലുള്ള മഹാരോഗങ്ങൾ ഉണ്ടായാൽ സുബ്രഹ്മണ്യനെ ആരാധിക്കാർ. അതിമഹാരോഗങ്ങൾ, അന്ന് മഹാരോഗമെന്ന് രക്ഷയില്ല. അങ്ങനെ രോഗം വന്നാൽ സുബ്രഹ്മണ്യോപാനെ ആരാധിക്കും. ദാരിദ്ര്യം സുബ്രഹ്മണ്യം ആരാധിക്കും. അതിനൊക്കെ എന്താ വെച്ചാൽ പരിഹാരം എന്താ ചെയ്യുക? ചിട്ടയായ രീതിയിൽ വ്രതമെടുത്ത്, മുദ്ര ധരിച്ച്, കഷായമെടുത്ത്, ഭിക്ഷ തെണ്ടിയിട്ട് പഴനിയിൽ പോയി തൊഴിൽ വരും. ഇത്ര ദിവസം, 7 ദിവസം, 21 ദിവസം, ഇത്ര വീടുകൾ എന്നൊരു സങ്കല്പത്തിൽ തീരുമാനമെടുത്ത് അതനുസരിച്ച് അവിടെ സ്ഥിരം പോകുന്ന ഏതെങ്കിലും പഴനിമലയായിട്ട് ബന്ധപ്പെട്ട സ്ഥിരമായിട്ട് പോകുന്ന ഏതെങ്കിലും ഭക്തന്മാര്, സുബ്രഹ്മണ്യ ഉപാസകന്മാരുടെ അടുത്ത് പോയിട്ട് കാഷായം മുക്കിയെടുത്ത്, കാഷായം എടുത്ത്, മുദ്ര വാങ്ങി, ഒരു ചൂരൽ വടിയെടുത്ത് ഭിക്ഷതുണ്ട്, വീടാന്തരം ഭിക്ഷതുണ്ട്. ജാതി മതഭേദമന്യേ എല്ലാ വീടുകളിലും ഒരു ഭേദഭാവനയില്ലാതെ തന്റെ അഹങ്കാരം മുഴുവൻ നശിപ്പിച്ച് അങ്ങനെ തെണ്ടി നടന്നു. കാരണം സുബ്രഹ്മണ്യൻ തെണ്ടിയാണല്ലോ. സുബ്രഹ്മണ്യൻ പേര് തന്നെ അതാണ്. മനസ്സിലായില്ലേ? ദണ്ഡി എന്നാണ് പേര്. തെണ്ടി എന്ന് പറഞ്ഞാൽ ദണ്ട് കയ്യിലുണ്ടാകുന്ന തെണ്ടി. ആ ദണ്ട് വഴി നടക്കും, അവിടെ ചൂരൽ വടിയായിട്ട് നടക്കും. എന്നിട്ട് പഴനിയിൽ പോയിട്ട് ആരാധന നടത്തി അതിന്റെ സദ്ഫലം അനുഭവിച്ചൊരു സാധാരണക്കാര് പോലും. പ്രത്യേകത, പല കുടുംബങ്ങളിലും പൂർവികർ സുബ്രഹ്മണ്യോപാസന ഉണ്ടായിരുന്നു എന്ന് പിന്നീട് പ്രശ്നം വെച്ച കാണുന്ന സമയത്ത് അവിടെ മിക്കവാറും ഒരു പാതുകയും ഒരു ചുവൽവടിയും കാണാം. സുബ്രഹ്മണ്യന്റെ സാന്നിധ്യമായിട്ട്, ആ ഉപാസകന്റെ സാന്നിധ്യമായിട്ട് ചുവൽ പാതുകയും ഒരു മെതിയടിയും, ആ സുബ്രഹ്മണ്യന്റെ സ്വാധീനമായിട്ട് ചൈതന്യമായിട്ട് ഒരു ചുവൽവടിയും കാണാം. ഇതിനെ ആരാധിച്ചിരുന്നു പല കുടുംബങ്ങളിലും. പലപ്പോഴും പ്രശ്നം വെച്ച് മുൻപോട്ട് പോയി ഇതൊക്കെ നഷ്ടപ്പെട്ടതിന്റെ ഫലമായിട്ടുള്ള ദുരിതം അവരനുഭവിക്കുന്നു. അങ്ങനെ സാധാരണക്കാരായ ആളുകൾ മലപ്പുറം ജില്ലയിൽ നടന്ന മാപ്പിള കലാപത്തെ പറ്റിയുള്ള ചില ലേഖനങ്ങളിൽ ആ ഗ്രാമാന്തരങ്ങളിലായ സുബ്രഹ്മണ്യോപാസകന്മാരെ പറ്റി പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. കേരളത്തിലെ ഗ്രാമാന്തരങ്ങൾ സിദ്ധി വന്ന സുബ്രഹ്മണ്യോപാസകന്മാരുടെ. മാത്രമല്ല, ജ്യോതിഷവും സുബ്രഹ്മണ്യനോട് ബന്ധമുണ്ട്. സുബ്രഹ്മണ്യൻ ജ്യോതിഷത്തിന്റെ ദേവതയായിട്ട് കൂടി അറിയപ്പെടുന്നുണ്ട്. ഇപ്പോഴും മിക്കവാറും ജ്യോതിഷന്മാർ സാധാരണ മൂകാംബിയാണ് പിടിക്കാറ്. പക്ഷെ പണ്ട് കാലത്ത് സുബ്രഹ്മണ്യനെ മുറുകെ പിടിച്ചിരുന്നു. ശിവന്റെ ജാതകം പോലും കുറിച്ചു കൊടുത്ത സുബ്രഹ്മണ്യനാണെന്നൊരു കഥയൊക്കെ ഉണ്ടായിരുന്നു. മനസ്സിലായാലും. അപ്പൊ ആ സുബ്രഹ്മണ്യോപാസന കേരളത്തിലെ മുഴുവൻ ജ്യോതിഷന്മാരും സുബ്രഹ്മണ്യോപാസന ഉണ്ടായിരുന്നു. ആ കുടുംബങ്ങൾ സുബ്രഹ്മണ്യന്റെ ആരാധനയും പ്രതിഷ്ഠയും ഉണ്ടായിരുന്നു.
ഇപ്പൊ അതൊക്കെ ഇടയ്ക്ക് നഷ്ടപ്പെട്ടു. ഇങ്ങനെ കേരളത്തില് വളരെ സാധാരണക്കാരായ ആളുകൾ പഴനി പോയിരുന്നു. കാരണം അന്ന് പഴനിയിൽ അവിടെ പഴനിയുടെ പ്രത്യേകത, അവിടെ ബ്രാഹ്മണരല്ല പൂജിച്ചിരുന്നത്. ഇപ്പോൾ ദേവസ്വം ബോർഡ് എടുത്ത് തമിഴ്നാട് ഗവൺമെന്റ് ഭരണം തുടങ്ങിയപ്പോഴാണ് ബ്രാഹ്മണരുടെ പൂജ തീരുമാനിച്ചത്. അതിനുമുമ്പ് എങ്ങനെ ആയിരുന്നില്ല. അവിടെ പ്രതിഷ്ഠിച്ചത് ഭോഗരാണ്. ഭോഗർ എന്ന മഹർഷിയാണ്. അഗസ്ത്യന്റെ ശിഷ്യനാണ് ഭോഗർ. അദ്ദേഹം അതിസിദ്ധനായിരുന്നു. അതായത് ധാരാളം കഥകളുണ്ട്. അദ്ദേഹത്തിന്റെ സമാധിസ്ഥാനം ഇപ്പോഴും അവിടെയുണ്ട്, പഴനിയുടെ ഭാഗത്ത്. അത് ആരാധിച്ച ശേഷം സുബ്രഹ്മണ്യം കാണാൻ പോകുന്നു. ആ ഭോഗർ അദ്ദേഹത്തിന്റെ ശിഷ്യനായിരുന്ന പുലിപ്പാണിയുടെ പിൻതലമുറക്കാർ അവിടെ ധാരാളം ഉണ്ടായിരുന്നു. അവരായിരുന്നു പൂജ നടത്തിയിരുന്നു. പുലിപ്പാണിയുടെ സമാധിസ്ഥാനം അവിടെ പഴയ താഴത്ത് കാണാം, ഇടത് ഭാഗത്ത് ഇപ്പോഴും ഉണ്ടാവും, പോയാൽ കാണാൻ കഴിയും. അദ്ദേഹത്തിന്റെ ശിഷ്യ പരമ്പര, അദ്ദേഹത്തിന്റെ പരമ്പരയാണ് അവിടെ പൂജ നടത്തിയത്. അന്ന് അവര് എല്ലാ വർഷത്തിലും കേരളത്തിലെ ഈ കൊയ്ത്തിന്റെ കാലഘട്ടത്തില് കൊയ്ത്തൊക്കെ ആകുന്ന സമയത്ത് കേരളത്തിലേക്ക് വരും. എന്നിട്ട് ഓരോ ഗ്രാമത്തിലും തങ്ങിയിട്ട് അവരോരോ വീട്ടിലും പോയിട്ട് സുബ്രഹ്മണ്യ പൂജ ചെയ്യും. എന്നിട്ട് ഇവിടുത്തെ ആളുകളെ കൂട്ടിക്കൂട്ടി ഒന്നിച്ച് പഴനിക്ക് പോകും. അപ്പൊ അവിടെ ജാതി ഭേദമൊന്നും ഉണ്ടായിരുന്നില്ല, അയിത്തം തുടങ്ങിയ കാര്യം അവിടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് കേരളത്തിലെ സാധാരണക്കാര് പോലും പഴനിക്ക് പോയിരുന്നു. സുബ്രഹ്മണ്യ ഉപാസന സ്വീകരിച്ചു. അങ്ങനെ കേരളത്തിലെ മുഴുവൻ സുബ്രഹ്മണ്യ ഭക്തന്മാർ ധാരാളം ഉണ്ടായിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. അന്ന് രോഗം വന്നാൽ പേടിക്കുന്നുണ്ട്, സുബ്രഹ്മണ്യ ആരാധിക്കും. കാരണം അവിടെ പോയിട്ട് പഴനിയിൽ പോയിട്ട് അവിടെ നവപാഷാണ വിഗ്രഹത്തിൽ അഭിഷേകം ചെയ്യുന്ന ഔഷധ വീര്യമുള്ള ഭസ്മവും മറ്റു കാര്യങ്ങളും സ്വീകരിച്ചാൽ, അവിടെ പോയിട്ട് വ്രതം സ്വീകരിച്ചാൽ രോഗം മാറുമായിരുന്നു. ശക്തിയുള്ള ഔഷധ വീര്യമുള്ളതായിട്ട് അവിടുത്തെ അഭിഷേക ജലം എന്ന് പറയുന്നു, ഭസ്മം എന്ന് പറയുന്നത്, അവിടുത്തെ പഞ്ചാമൃതം എന്ന് പറയുന്നു. ഇത് കഴിച്ച് രോഗം മാറിയ ധാരാളം കഥകളുണ്ട്. ദാരിദ്ര്യം വന്നാൽ സുബ്രഹ്മണ്യ ഉപാസന ദാരിദ്ര്യം മാറ്റി ധാരാളം അനുഭവങ്ങൾ അടുത്ത കാലത്ത് ഞങ്ങൾക്ക് എല്ലാവർക്കും. അപ്പൊ മനുഷ്യന് പ്രതിസന്ധികൾ വന്നാൽ, ഭൗതികമായ അധ്യാത്മിക പ്രതിസന്ധി വന്നാൽ നേരെ പോയിരുന്ന പറയും. മന്ത്രസിദ്ധി വരാൻ ഏറ്റവും എളുപ്പമുള്ള ദേവത സുബ്രഹ്മണ്യൻ. ജ്യോത്സ്യന്മാര് ജ്യോതിഷത്തിന്റെ ഫലപ്രവചനത്തിന് വേണ്ടി പിടിച്ചിരുന്ന ദേവത, സിദ്ധി ദേവത സുബ്രഹ്മണ്യനാണ്. ഏത് പ്രതിസന്ധി വന്നാൽ നേരിടാൻ പറ്റുന്ന സുബ്രഹ്മണ്യ ആരാധനയാണ്. ഇപ്പൊ കേരളം മുഴുവൻ സ്വാധീനം ഉണ്ടായിരുന്നു. ഇടക്കാലത്താണ് ഇതൊക്കെ നഷ്ടപ്പെട്ടത്. കാരണം നമുക്കറിയാം, ഇപ്പൊ അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ എല്ലാവരും പോയിരുന്നത് പഴനിമലയിലാണ്. പണ്ട് കാലത്ത് ശബരിമലയിലാണ്. അടുത്ത കാലത്ത് പോയി ശബരിമലയിലാണ്. പണ്ട് കാലത്ത് പഴനിയിൽ പോയിരുന്ന വ്രതമെടുത്ത് ചിട്ടയായ വ്രതാനുഷ്ഠാനങ്ങളോട് പോയിരുന്ന പഴനി പകരം ശബരിമലയ്ക്ക് സ്വാധീനമെന്ന് കേരളത്തിൽ 51 മുൻപേ, 57 മുൻപേ, 1957 മുൻപേ കേരളത്തിൽ അയ്യപ്പന്റെ സ്വാമിയുടെ പ്രാധാന്യം ഇത്ര ഉണ്ടായിരുന്നില്ല. ഏറ്റവും രസം അതാണ്. അന്ന് കോട്ടയം ആ ഭാഗത്ത്, ജില്ലകളുടെ ഭാഗത്ത്, പരമാവധി എറണാകുളം ജില്ല വരെ സ്വാധീനം ഉണ്ടായിരുന്ന ഒരാരാധനാ കേന്ദ്രമാണ് ശബരിമല. 51 സർ CP രാമസ്വാമി അയ്യരുടെ കാലം, അതിന് മുൻപേ ആ കാലഘട്ടത്തിൽ ധാരാളം കുടിയേറ്റങ്ങളാവും. ക്രിസ്ത്യൻ കുടിയേറ്റം കാടുകളിലേക്കുണ്ട്. ഇപ്പൊ ശബരിമലയുടെ ചുറ്റുമുണ്ടായിരുന്ന പ്രദേശങ്ങളിൽ ക്രിസ്ത്യാനികൾ കൈയടക്കി. അതുവരെ അവിടെ പോയത് എനിക്ക് തോന്നുന്നു മകരവിളക്കിനും അതുപോലെ തന്നെ മണ്ഡലവിളക്കിനും ഒക്കെ അവിടെ 12 നാളുകൾ പോയിട്ടുണ്ടായിരുന്നു. ആ കാലത്ത് എല്ലാം ആ സംക്രമത്തിന് പോലും പൂജയുണ്ടോ സംശയം. പന്തളം രാജാവിന്റെ കൈവശത്ത് നിന്ന് ശബരിമലയുടെ അവകാശം തിരുവിതാംകൂർ രാജവംശം വാങ്ങുകയും അവിടുത്തെ മൊത്തം ഭരണം അവർ ഏറ്റെടുക്കുകയും ചെയ്ത കാലത്ത്. അന്ന് പക്ഷെ പന്തളം രാജകുടുംബത്തിന് അവകാശമൊന്നും പോയിരുന്നില്ല. അപ്പൊ അന്ന് ആ പ്രദേശത്തുണ്ടായ കുറച്ച് ആളുകൾ, പ്രത്യേകിച്ച് തമിഴ് സ്വാധീനമുള്ള, കാരണം പന്തളം കോവിലകവും പുഞ്ഞാർ കോവിലകവും ഒക്കെ തമിഴ് പാണ്ഡ്യവംശത്തിൽ, അവിടെ തമിഴ് വംശജരായ രാജാക്കന്മാരാണ് ഭരിച്ചിരുന്നത്.
അപ്പൊ അവരുടെ സ്വാധീനത്തിന് അവരുടെ പ്രദേശത്തിന് മാത്രമേ പ്രാധാന്യം ഉണ്ടായിരുന്നുള്ളൂ അയ്യപ്പന്. 51 അത് ആ ചുറ്റുപാടുള്ള കാടുകൾ കയ്യേറിയ ക്രിസ്ത്യാനികള് ഒരു പ്രധാന കുടുംബത്തിലുള്ളവര് ശബരിമല നശിപ്പിക്കാൻ വേണ്ടി ആ സ്ഥലം കൂടെ അവർ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അവർ തീ കൊടുക്കുകയും നശിപ്പിക്കുകയും ചെയ്യും. വിഗ്രഹത്തെ പൊട്ടിവെച്ച് കളച്ചു ചെയ്തു. ഇത് കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് പന്തളത്ത് പോലും അറിയുന്നത്. കാരണം സ്ഥിരമായിട്ട് ആരും പോകാറില്ല അവിടെ. കാട്ടിലേക്ക് ആരും പോകാറ്. കഠിനമായ വനമായി. ഒരു കഠിനമായ യാത്ര തന്നെയാണ് ശബരിമല. കല്ലും മുള്ളും കാലിക്കും എത്തായി എന്ന് ഇപ്പോഴും പറയുന്നുണ്ടെങ്കിൽ അത് ഏതെങ്കിലും ട്രാൻസ്പോർട്ട് ബസ് കയറിയിരുന്നില്ല അതൊക്കെ പറയുന്നു. പണ്ട് അങ്ങനെ ആയിരുന്നില്ല. നടക്കുന്ന വഴിയിൽ കല്ലും മുള്ളും തന്നെയായിരുന്നു. അവിടെ ആരും പോകാൻ വിഷമമായിരുന്നു. വ്രതം കൃത്യമായിട്ട് വേണ്ടിയിരുന്നു. ഇന്നത്തെ വിവാദങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം തപസ് ചെയ്ത ആളുകൾക്ക് അവിടെ എത്താൻ പറ്റുമായിരുന്നു. ഭക്തന്മാരുടെ തപശക്തിയും അവിടെ ചൈതന്യവർദ്ധനത്തിന് കാരണമാണ്. മനസ്സിലായല്ലോ? അപ്പൊ അതുകൊണ്ട് ആചരിക്കുന്നവരുടെ ശക്തിയും തപശക്തിയും ആണ് ശിലയെ ശങ്കരനാക്കുന്ന ഒരു നിയമമുണ്ട്. അതനുസരിച്ച് പോകുന്നവരുടെ തപശക്തിയും പരമ്പരയിൽ വന്ന് ഈ തപശക്തി എല്ലാം കൂടെ ചേർന്നിട്ടാണ് ശബരിമല. പക്ഷെ ആളുകൾ അധികം പോവില്ല. ഈ 51 തീവെപ്പിന് ശേഷം അന്നത്തെ തിരുവിതാംകൂറിലെ ജനകീയ ഗവൺമെന്റ്, അപ്പൊ ഈ രാജാവൊക്കെ പോലെ ജനകീയ ഗവൺമെന്റ്, രാഷ്ട്രീയക്കാരുടെ PSPയും കോൺഗ്രസ് അധികാരത്തിൽ വന്നു. അവരൊരു അന്വേഷണ കമ്മീഷൻ നിശ്ചയിച്ചു. ആ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു കൊണ്ടുവന്നില്ല. ആരാണ് തീ വെച്ചത് അവർ ശിക്ഷിക്കാൻ ആരും ശ്രമിച്ചില്ല. കാരണം അവർക്ക് അത്രയും രാഷ്ട്രീയ സ്വാധീനം ഉണ്ടായിരുന്നു. അന്നത്തെ തീ വെച്ച ആളുകൾക്ക്, നശിപ്പിച്ച ആളുകൾക്ക് അന്നത്തെ ക്രിസ്തു മതത്തിന് അത്രയും രാഷ്ട്രീയ സ്വാധീനം ഉണ്ടായിരുന്നു. അതുകൊണ്ട് റിപ്പോർട്ടൊന്നും പുറത്തു വന്നില്ല. 56 കാലഘട്ടത്തിൽ ഐക്യ കേരളം വന്നു. കേരളം ഒന്നായി, തിരുക്കൊച്ചിയും മലബാറും ഒന്നിച്ചായി. 57 തിരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുൻപോട്ട് വെച്ചൊരു ആശയം, ഒരു നയപ്രഖ്യാപനത്തിൽ പറഞ്ഞിരിക്കുന്നത് ശബരിമല തീവെപ്പ് കേസിന്റെ പ്രതികളെ പുറത്തു കൊണ്ടുവരുമെന്നും അവർ ശിക്ഷിക്കുമെന്നും ആ റിപ്പോർട്ട് പുറത്തുവിടാമെന്നും പറഞ്ഞു. 57 ഇത് പറഞ്ഞിട്ടാണ് കേരളത്തിലെ മുഴുവൻ ഹിന്ദുക്കൾക്ക് പ്രചോദനം കൊടുത്തത്. അപ്പൊ ശബരിമലയുടെ പ്രാധാന്യം എന്താണെന്ന് മലബാർ ഭാഗത്തേക്ക് കൊണ്ടുവന്നത് ആ തിരഞ്ഞെടുപ്പോടു കൂടിയാണ് എന്ന് കാണാൻ കഴിയും. അതിന് മലബാറിന് ആരും കാര്യമായിട്ട് ആരും പോകാറില്ല. അങ്ങനെ മാത്രമല്ല, തിരുവിതാംകൂർ മലബാറിലേക്ക് കുടിയേറ്റം നടന്നതിന് ശേഷം ആ കുടിയേറിയ ഹിന്ദുക്കളും ആ ഭാഗത്ത് ഹിന്ദുക്കളും ശബരിമലയുടെ കാര്യങ്ങളോട് പ്രചരിപ്പിച്ചു. ആദ്യകാലത്തെ മലബാർ ഭാഗത്ത് മിക്കവാറും ഗുരുസ്വാമിമാര് തിരുവിതാംകൂറിന് കുടിയേറിയ ആളുകളാണ് എന്ന് കാണാൻ കഴിയും. ഏറ്റവും രസം അങ്ങനെ പ്രചരിച്ചു കേരളത്തിലേക്ക്. മലബാർ ഭാഗത്ത് പ്രത്യേകിച്ചും കേരളം മുഴുവൻ ശബരിമലയ്ക്ക് പ്രാധാന്യമാണ്. അത് റിപ്പോർട്ട് പുറത്തു കൊണ്ടുവന്നില്ല എന്നൊക്കെ ശരി. ആ കുടുംബം പരസ്പരം വെടിവെച്ച് നശിച്ചുപോയി എന്നാണ് കഴിഞ്ഞ ദിവസം ഞാൻ കേട്ടത്. പരസ്പരം വെടിവെച്ചാണ് അവർ പൊട്ടിത്തെറിച്ചു പോയത്. ഫലം അനുഭവിച്ചു. ശബരിമലയെ ആക്രമിച്ചവരുടെ ഫലം നശിക്കും. ഗവൺമെന്റൊന്നും ചെയ്തില്ല, കോടതിയൊന്നും ചെയ്തില്ല, പോലീസൊന്നും ചെയ്തില്ല. പക്ഷെ കാലം അവർക്ക് തിരിച്ചടി കൊടുത്തു. അങ്ങനെയാണ് ആ സമയത്താണ് ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്. അങ്ങനെ കൃത്യമായ വ്രതാനുഷ്ഠാനങ്ങളോടുകൂടി എല്ലാവർക്കും പോകാവുന്ന, ജാതി വ്യത്യാസത്തിനപ്പുറത്ത് അയിത്താചരണം ഇല്ലാതെ പോകാൻ കഴിയുന്ന ഒരു ക്ഷേത്രം, മാലയിട്ടാൽ സ്വാമിയായി അവിടെ ഒരു തരം ഭേദഭാവം ഇല്ലാതെ എല്ലാവരും ഒന്നിച്ചു പോയിരുന്ന ആ ക്ഷേത്രത്തിന് ജനകീയമായി പ്രാധാന്യം വർദ്ധിച്ച കേരളത്തിൽ വേണം. അപ്പോൾ ഈ തമിഴ്നാട് കേരളം രണ്ടായി. തമിഴ്നാട്ടിലേക്ക് പോകുന്നവരുടെ എണ്ണം കുറഞ്ഞു. സുബ്രഹ്മണ്യന് പ്രാധാന്യം കുറഞ്ഞു. കുടുംബങ്ങളിലെ സുബ്രഹ്മണ്യ ആരാധന പ്രാധാന്യം കുറഞ്ഞു. ഇങ്ങനെയാണ് കേരളത്തിൽ സുബ്രഹ്മണ്യ പ്രാധാന്യം കുറയുകയും അയ്യപ്പന്റെ പ്രാധാന്യം വർദ്ധിക്കുകയും ചെയ്തത്. പക്ഷെ മുൻപോട്ട് പോയ സമയത്ത് കുടുംബങ്ങളിൽ പ്രതിസന്ധികൾ ഉണ്ടാവുന്ന സമയത്ത് പ്രശ്നം വെച്ചാൽ നിങ്ങളുടെ പൂർവികന്മാർ സുബ്രഹ്മണ്യം ആരാധിച്ചിരുന്നത് വീണ്ടും തുടങ്ങണമെന്നൊക്കെ പറയും. ഇപ്പോഴാണ് പഴയ കാലത്ത് പോലെ അന്നത്തെ ആ പൂജാരിമാരെന്ന് പറയുന്ന തമിഴ് നാട്ടിൽ നിന്ന് വരുന്ന ആളുകൾ ഇപ്പോൾ പൊതുവെ കുറവാണ്. വേണ്ട പോലെ ചെയ്യുന്നവരും കുറവാണ്. അപ്പൊ നമുക്ക് സുബ്രഹ്മണ്യ ആരാധന വേണമല്ലോ. അങ്ങനെ ആവശ്യം വന്ന സമയത്താണ് ശ്രേഷ്ഠാചാര്യ പഴയ രീതിയിൽ ഏറ്റവും ലളിതമായ രീതിയിൽ എല്ലാവർക്കും സുബ്രഹ്മണ്യം ആരാധിക്കുന്ന രീതിയിൽ ഒരു സമ്പ്രദായം തുടങ്ങാൻ തീരുമാനിച്ചു. 6-7 ആഴ്ച കൊണ്ട്, 6-7 ദിവസം കൊണ്ട് ക്ലാസ് കൊണ്ട് തീർക്കാവുന്ന ഒരു ചെറിയ സംവിധാനമാണ് ഇവിടെ ചെയ്യുന്നത്. ഇതിനകത്ത് സിലബസ് പൊതുവെ ഭസ്മധാരണം, ഒരു പഞ്ചാക്ഷര ജപം, പാപം തീരാൻ പഞ്ചാക്ഷരം ജപിക്കേണ്ട ആവശ്യമാണ്, നമഃശിവായ ജപിക്കേണ്ട ഒരു വിധി,
ഭസ്മധാരണം, അതുപോലെ തന്നെ സുബ്രഹ്മണ്യ മന്ത്രജപം, പിന്നെ സുബ്രഹ്മണ്യന്റെ ഒരു ലഘുവായിട്ട് എല്ലാവർക്കും ചെയ്യാവുന്ന ഒരു പൂജ, വലിയ സാങ്കേതികതയില്ലാത്തൊരു പൂജ. ഇതായിരുന്നു സുബ്രഹ്മണ്യ പൂജയുടെ പ്രത്യേകത. ഒരു സാങ്കേതികതകളൊന്നുമില്ല, ആർക്കും ചെയ്യാവുന്ന ലഘുവായ ഒരു പൂജ. പിന്നെ സുബ്രഹ്മണ്യന്റെ നമുക്ക് ഉപയോഗിക്കാവുന്ന ചില മാലാമന്ത്രവും അതുപോലെ തന്നെ സുബ്രഹ്മണ്യ കവചവും, ഇതൊക്കെയാണ് നമ്മൾ ഈ ക്ലാസ് എടുക്കുന്നത്. പൊതുവെ ഒരു 6 ആഴ്ച കൊണ്ട് തീർക്കാവുന്ന ഒരു പാഠ്യപദ്ധതി, പക്ഷെ കൃത്യമായിട്ട് അനുഭവം കൊണ്ട് ഫലം തരുന്നു എന്ന് ഉറപ്പുള്ള ഒരു പദ്ധതിയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അടുത്ത ആഴ്ച മുതൽ നമ്മൾ ക്ലാസ് ആരംഭിക്കും, വിധിയാവുന്ന ക്ലാസ് ആരംഭിക്കും. നമ്മൾ മനസ്സിലാക്കും. കാരണം കേരളത്തിൽ വേറെ വളരെ പ്രധാനമുള്ള കാര്യം, ഇതൊന്നും അല്ലാത്തൊരു കാര്യം, കേരളത്തിൽ ജാതിയും അതുപോലെ കാര്യങ്ങൾ അന്ധവിശ്വാസം വർദ്ധിച്ച് ഹിന്ദുമതം തകർന്ന സമയത്ത് നവോത്ഥാനം കൊണ്ടുവന്ന് പ്രധാനപ്പെട്ട പുരുഷന്മാർ ശ്രീനാരായണ ഗുരുദേവനും ചട്ടമ്പി സ്വാമികളും തുടർന്ന് ഒരു പരമ്പര, അയ്യാവ് അടികൾ മുതലുള്ള ഒരു പരമ്പരയാണ് സുബ്രഹ്മണ്യ കേരള നവോത്ഥാനത്തിന് നേതൃത്വം കൊടുത്തത്. തെക്കൻ ഭാഗത്ത് അയ്യ വൈകുണ്ഠസ്വാമികൾ തിരുച്ചെന്തൂർ കേന്ദ്രമാക്കിയിട്ട് തപശക്തിയിൽ സന്ധ്യ ചക്കാലക്കൽ ഒരു സുബ്രഹ്മണ്യ ഉപാസനയിലൂടെ സിദ്ധി വന്ന അയ്യ വൈകുണ്ഠസ്വാമികളുടെ ഭാഗത്ത് തെക്കൻ ഭാഗത്തുള്ള നവോത്ഥാനം തുടങ്ങുന്നു. തപശക്തി കൊണ്ട് സമൂഹത്തെ മുന്നോട്ട് നയിച്ച അയ്യ വൈകുണ്ഠസ്വാമി, ആ പരമ്പരയിൽപ്പെട്ട അയ്യാവടികളും ചട്ടമ്പി സ്വാമികളും ശ്രീനാരായണ ഗുരുദേവൻ, ഇവര് മുഴുവൻ സുബ്രഹ്മണ്യ ഉപാസകനായിരുന്നു. കേരളത്തിൽ നവോത്ഥാനം ആര് കൊണ്ടുവന്നു എന്ന് ചോദിച്ചാൽ ഇപ്പം പൊതുവെ രാഷ്ട്രീയക്കാർ പോലും ക്രിസ്ത്യൻ പാദ്രിമാരാണ് കൊണ്ടുവന്ന് പറയും. ശരിക്കും അവരൊന്നുമല്ല. ഇതുപോലെ മഹാപുരുഷന്മാർ, തപശക്തിയുള്ള സുബ്രഹ്മണ്യോപാസകന്മാരായിരിക്കുന്ന മഹാപുരുഷന്മാർ, ഇവരൊക്കെ ബാലാസുബ്രഹ്മണ്യ ഉപാസകന്മാരായിരുന്നു. അതിന് പ്രത്യേകത, അവരുടെ ആ കാലഘട്ടത്തിൽ അവർ തപശക്തി കൊണ്ടാണ്, സുബ്രഹ്മണ്യോപാസനയിലൂടെ നേടിയ തപശക്തി കൊണ്ടാണ് സാമൂഹ്യ മാറ്റത്തിന് നേതൃത്വം കൊടുത്തത്. ഹൈന്ദവ സമൂഹത്തെ അന്ധവിശ്വാസത്തിനും ഐത്തത്തിനും എതിരായിട്ട് സമൂഹത്തെ മുൻപോട്ട് കൊണ്ടുള്ള തപശക്തി ഏതാണെന്ന് വെച്ചാൽ സുബ്രഹ്മണ്യ ഭക്തിയാണ്, സുബ്രഹ്മണ്യ ഉപാസനയാണ്. ശ്രീനാരായണ ഗുരുദേവന്റെ ബാഹുലേയാഷ്ടകം പോലുള്ള കൃതികൾ വളരെ പ്രസിദ്ധമാണ്. അതിന്റെ വ്യാഖ്യാനങ്ങൾ പോലും വളരെ വളരെ മനോഹരമായിരിക്കും വ്യാഖ്യാനങ്ങളുണ്ട്, അർത്ഥവത്തായ വ്യാഖ്യാനങ്ങളുണ്ട്. ചട്ടമ്പി സ്വാമികളും ശ്രീവിദ്യോപാസനയുടെ കൂടെ തന്നെ അദ്ദേഹം സുബ്രഹ്മണ്യ ഉപാസകനായിരുന്നു. ചട്ടമ്പി സ്വാമികൾ പ്രസിദ്ധമായ ശ്രീവിദ്യോപാസകനാണ്. അതേ സമയത്ത് അദ്ദേഹം ഈ ബാലാസുബ്രഹ്മണ്യ ഉപാസന ഉണ്ടായിരുന്നു. മലബാർ ഭാഗത്ത് മങ്കരയിൽ നിന്ന് ജനിച്ച രാമാനന്ദ സ്വാമികൾ, അദ്ദേഹത്തിന്റെ ക്ഷേത്രങ്ങൾ ഇപ്പോഴും ഗുരുസ്ഥാനത്ത് സുബ്രഹ്മണ്യനാണ് പ്രതിഷ്ഠിക്കാറ് എന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ മലബാറിലാണെങ്കിലും തെക്കൻ ഭാഗത്താണെങ്കിലും സാധാരണക്കാരുടെ നവോത്ഥാനം ഉണ്ടാക്കിയ എല്ലാവരുടെയും ഉപാസന മൂർത്തി സത്യത്തിൽ ബാലാസുബ്രഹ്മണ്യനാണ്. അപ്പൊ നവോത്ഥാനത്തിനും വ്യക്തിപരമായ ഒരു പുരോഗതിക്കും കൗടുംബികമായ പ്രശ്നങ്ങൾ തീരാനും ഉപാസിക്കേണ്ട ദേവതയാണ് സുബ്രഹ്മണ്യൻ എന്നാണ് മനസ്സിലാക്കുക. അതുകൊണ്ടാണ് ശ്രേഷ്ഠാചാര സഭ, അതുകൊണ്ട് കൂടിയാണ് ശ്രേഷ്ഠാചാര സഭ സുബ്രഹ്മണ്യോപാസന ഒരു പാഠ്യപദ്ധതി ഉൾപ്പെടുത്തിയത്. ലഘുവായിരിക്കുന്ന രീതിയിലുള്ള പൂജാ പദ്ധതി ആണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മാത്രമല്ല, നമുക്കറിയാം പണ്ടുകാലത്ത് കേരളത്തിന്റെ ഏറ്റവും വടക്ക് ഭാഗത്ത് സുബ്രഹ്മണ്യം, കർണാടകത്തിൽ സുബ്രഹ്മണ്യം എന്ന ക്ഷേത്രമുണ്ട്. അങ്ങ് തമിഴ്നാട്ടിൽ പോയാൽ പഴനിയുണ്ട്, കുമാരൻ കോവിൽ തുടങ്ങിയ ക്ഷേത്രങ്ങൾ തെക്ക് ഭാഗത്തുണ്ട്. മരുത്താമലയിൽ സുബ്രഹ്മണ്യ കുമാരകോവിൽ എന്ന് പറയുന്ന ക്ഷേത്രങ്ങളൊക്കെ ഉണ്ട്. കേരളം മുഴുവൻ സുബ്രഹ്മണ്യ ആരാധന പ്രാധാന്യം ഉണ്ടായിരുന്നു. രോഗം വന്നാൽ, പ്രത്യേകിച്ച് നമ്മുടെ സാധാരണ കേരളത്തില് മഹാരോഗങ്ങൾ വന്നാൽ സുബ്രഹ്മണ്യത്താണ് പോയിരുന്നത്. സുബ്രഹ്മണ്യ എന്ന ക്ഷേത്രമുണ്ട്. കാസർഗോഡ് നിന്ന് ഉള്ളോട്ട് പോയി കഴിഞ്ഞാൽ കേരളത്തിലെ ബോർഡർ കഴിഞ്ഞ് കർണാടകത്താണ് കുറുക്കി സുബ്രഹ്മണ്യം എന്ന് പറയുന്ന പ്രസിദ്ധമായ സുബ്രഹ്മണ്യ ക്ഷേത്രമുണ്ട്. ധാരാളം ആളുകൾ ഇവിടെ പോയിരുന്നു. സുബ്രഹ്മണ്യവാസ കേന്ദ്രമാണത്. കേരളത്തിൽ സർപ്പദോഷം വന്നാൽ ധാരാളം ആളുകൾ സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളെ ആരാധിച്ചിരുന്നു. ശരിക്കും പറയാം, മണ്ണാറശാല പോൽ സത്യത്തിൽ ആ മണ്ണാറശാലയിൽ സർപ്പക്കാവ് ഹരിപ്പാട് സുബ്രഹ്മണ്യന്റെ ഉപദേവതയാണത് ശരിക്കും. അതുപോലെ നമുക്കറിയാം കണ്ണൂർ ജില്ലയിലെ പെരളശ്ശേരി സുബ്രഹ്മണ്യ ക്ഷേത്രമാണ്. സർപ്പദോഷം വന്നാൽ മിക്കവാറും ജ്യോത്സ്യന്മാർ അവിടെ പോകാൻ പറയും. ശരിക്കും സുബ്രഹ്മണ്യ ക്ഷേത്രമാണ്. കാരണം സുബ്രഹ്മണ്യനും സർപ്പവുമായി ബന്ധമുണ്ട്.
സുബ്രഹ്മണ്യൻ അമ്മയും മാതാപിതാക്കൾ തെറ്റിയിട്ട്, ശിവനും പാർവതി തെറ്റിയിട്ട് പോയ സമയത്ത് പാർവതി ഷഷ്ഠീവ്രതം എടുക്കുന്നു. ആ ഷഷ്ഠീവ്രതത്തിന്റെ ഫലമായിട്ട് സുബ്രഹ്മണ്യൻ പ്രത്യക്ഷപ്പെട്ട് സർപ്പരൂപേണയാണ് എന്നൊരു കഥയുണ്ട്. അപ്പൊ സർപ്പാരാധനയും സുബ്രഹ്മണ്യൻ വളരെ അടുത്ത ബന്ധമുണ്ട്. സുബ്രഹ്മണ്യന്റെ കൂടെ സർപ്പത്തെ കാണും. സുബ്രഹ്മണ്യന്റെ കൂടെ മയിലുമുണ്ട്, സുബ്രഹ്മണ്യ വേലുണ്ട്. ഇതൊക്കെ ആരാധനാപരമായിരിക്കുന്ന ഉപാസന ധാരാളം രഹസ്യങ്ങളാണ് ഇതൊക്കെ. ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് നമുക്ക് അടുത്ത ആഴ്ച മുതൽ ആ തന്ത്രത്തിന്റെ രഹസ്യവും അതിന്റെ ആരാധനാക്രമവും ജപക്രമവും നമുക്ക് ആരംഭിക്കാം. നിങ്ങളെ എല്ലാവരും ക്ഷണിക്കുന്ന ക്ലാസ്സിലേക്ക് നിങ്ങളിലൂടെ നിങ്ങൾ ആവശ്യമുള്ള ആളുകൾ, ബന്ധുക്കളെയോ സുഹൃത്തുക്കളെയോ ഇവരെ അറിയിച്ച് 7-ാം തീയതി കൃത്യമാണ് ക്ലാസ് ആരംഭിക്കാം. വന്ന് വരുന്ന സമയത്ത് നിങ്ങൾ കുലദേവതയെ പ്രാർത്ഥിച്ച്, മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ നമസ്കരിച്ച് എന്നിട്ടാണ് ക്ലാസ്സിലേക്ക് വരാൻ. നിങ്ങൾ പാരമ്പര്യമായിട്ട് ഏതെങ്കിലും സുബ്രഹ്മണ്യ ഉപാസനാ മൂർത്തിയോ വീട്ടിനടുത്തുള്ള സുബ്രഹ്മണ്യ ക്ഷേത്രം ഉണ്ടെങ്കിൽ അവിടെ പോയിട്ട് നെയ്വിളക്കെങ്കിലും വെച്ച് പ്രാർത്ഥിച്ചിട്ട് വേണം ക്ലാസ്സിലേക്ക് വരാൻ. കാരണം ഇത് തികച്ചും ഉപാസനാപരമാണ്. ആധ്യാത്മികതയുടെ അറിവിന് വേണ്ടിയിട്ടല്ല ഈ ക്ലാസ്, ആചരിക്കാൻ വേണ്ടിയിട്ട്. പരിവർത്തനം ഉണ്ടാക്കാൻ കഴിയും എന്നുറപ്പുള്ള, ഏത് ദോഷത്തെയും പരിഹരിക്കാൻ ഈ ഉപാസന നമുക്ക് നേടിയെടുക്കാൻ കഴിയുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് അത് നമ്മുടെ കുലദേവതയുടെ അനുഗ്രഹം ആവശ്യമുണ്ട്, നമ്മുടെ മാതാപിതാക്കളുടെ അനുഗ്രഹം ആവശ്യമുണ്ട്, നമ്മുടെ ഗുരുസ്ഥാനത്ത് എല്ലാവരുടെയും അനുഗ്രഹം നമുക്ക് ആവശ്യമുണ്ട്. അവരെ മുഴുവൻ സന്ദർശിച്ച് വേണ്ടവർ അനുഗ്രഹം വാങ്ങിയിട്ട് വേണം ക്ലാസ്സിലേക്ക് വരാൻ. ക്ലാസ്സിൽ ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത് ഭസ്മധാരണം, പഞ്ചാക്ഷര ജപം, അത് കഴിഞ്ഞ് സുബ്രഹ്മണ്യ മന്ത്രോപദേശം, മന്ത്രോപദേശം, അത് കഴിഞ്ഞ് ചെറിയൊരു പൂജ. ഇങ്ങനെ 4-5 ഭാഗമായി ക്ലാസ് തിരിച്ചിട്ട് ഒരു 6-7 ആഴ്ച കൊണ്ട്, 6-7 ഞായറാഴ്ചകൾ കൊണ്ട് ഈ ക്ലാസ് അവസാനിക്കും. നിർബന്ധമായിട്ട് നിങ്ങളെല്ലാം ആചരിക്കണം, ജപിക്കണം, ആചരിക്കണം. അവർക്ക് വേണ്ടി മാത്രമാണ് ക്ലാസ്. അറിവ് നേടാനുള്ള ക്ലാസ് അല്ല, ഇവിടെ അറിയാൻ വേണ്ടി ഒന്നുമില്ല, ആചരിക്കാൻ മാത്രമേ ഉള്ളൂ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ ക്ലാസ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. അടുത്ത 7-ാം തീയതി ക്ലാസ്സിൽ എല്ലാവരും കൂടെ വരണം കേട്ടോ. എല്ലാവരുടെ വിനീതമായ നമസ്കാരം. നാമം ജപിച്ചുകൊണ്ട് അവസാനിപ്പിക്കാം. ഒരു പ്രാർത്ഥനയും കഴിഞ്ഞ ശേഷം അവസാനിക്കാറ്. അതിനുശേഷം നമുക്ക് ക്ലാസ് ചോദ്യോത്തരങ്ങൾ, വളരെ സംശയം ചോദിക്കാം. അത് കഴിഞ്ഞ ശേഷം നമുക്ക് ചോദിക്കാം. നമുക്ക് സമയം എടുക്കാമല്ലോ സ്വസ്ഥമായിട്ട്. എല്ലാവരും നിവർന്നിരിക്കുക. ശിരസ വാമദേവ ഋഷി, മേൽച്ചുണ്ടിൽ പങ്ക്തിച്ചന്ത, ഹൃദയത്തിൽ സദാശിവരുദ്രോ ദേവത. ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ. വാമദേവ ഋഷി, പങ്ക്തിച്ചന്ത, സദാശിവരുദ്രോ ദേവത. ഗുരു ബ്രഹ്മ ഗുരു വിഷ്ണു ഗുരുർദേവോ മഹേശ്വര, ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ. അഖണ്ഡമണ്ഡലാകാരം വ്യാപ്തം യേന ചരാചരം തത്പദം ദർശിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമ. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഷടാനനം കുങ്കുമരക്തവർണം മഹാമതിം ദിവ്യമയൂരവാഹനം രുദ്രസ്യ സൂനും സുരസൈന്യനാഥം ഗുഹം സദാഹം ശരണം പ്രപദ്യേ. ഹര ഹരോ ഹര, ഹര ഹരോ ഹര, ഹര ഹരോ ഹര. ഓം അസതോ മാ സദ്ഗമയ, തമസോ മാ ജ്യോതിർഗമയ, മൃത്യോർമാ അമൃതം ഗമയ. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. എല്ലാവരും നിവർന്നിരിക്കാം. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. നമുക്കും നമ്മുടെ കുടുംബത്തിനും മുഴുവൻ ഹിന്ദു സമൂഹത്തിനും ഈ ക്ലാസ് ഉപകാരപ്രദമാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം, അഭിപ്രായം പറയാം. എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ പറയാം. ഹാൻഡ് റൈസ് ചെയ്യണം. ഹാൻഡ് റൈസ് ചെയ്താൽ അതിൻ്റെ സംവിധാനം പറയും, പറയും.
അല്ലെങ്കിൽ ചാറ്റ് ബോക്സിൽ എഴുതി ചോദിക്കാം. ശ്യാം ഒന്ന് പറയും, ഒന്ന് പറഞ്ഞു കൊടുക്കും. ഓ ശരി. 2 രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കാം. ഈ സൂമിൽ നോക്കിയാൽ ഹാൻഡ് റൈസ് ചെയ്യുന്നൊരു ഓപ്ഷൻ കാണാം. അതിൽ റിയാക്ട് എന്നൊരു ബട്ടൺ ഉണ്ട്, താഴെ നോക്കിയാൽ കാണാം. ആ റിയാക്റ്റിൽ ക്ലിക്ക് ചെയ്താൽ റൈസ് ഹാൻഡ് ഒരു ഓപ്ഷൻ കാണാം. ഒന്നുകിൽ അത് ഞെക്കാം, അല്ലെങ്കിൽ ചാറ്റ് ബോക്സിൽ ചോദിക്കാം, അല്ലെങ്കിൽ അൺമ്യൂട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് നേരിട്ടായാലും ചോദിക്കാം. എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിക്കാം. അഭിപ്രായം സംശയം ചോദിക്കാം, അഭിപ്രായം പറയാം. ക്ലാസ്സിനെ പറ്റി പ്രാർത്ഥനാ മന്ത്രം ഒന്ന് തരാൻ പറ്റുമോ? എഴുതി ഒന്ന് എല്ലാം തരും. ഗ്രൂപ്പിനെല്ലാം നിങ്ങൾ എല്ലാ സാധനങ്ങളും PDF ഈ ക്ലാസ്സൊക്കെ PDF ആയിട്ട് കിട്ടും. ക്ലാസിന്റെ ഡീറ്റെയിൽസ് എല്ലാം വരിക ക്ലാസിന്റെ മെയിൻ ഗ്രൂപ്പിലാണ്. എൻട്രി ഗ്രൂപ്പിൽ ഇനി ആരെങ്കിലും ക്ലാസ് ചേരാനുള്ളവരുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് QR കോഡിൽ പൈസ അടച്ച് സ്ക്രീൻഷോട്ട് അയക്കേണ്ടതാണ്. അപ്പം മെയിൻ ഗ്രൂപ്പിലേക്ക് ചേർക്കും. ഈ ഭസ്മധാരണം നമ്മൾ വരുമ്പോൾ ചെയ്തു വരണോ, അല്ലെങ്കിൽ നമ്മളിത് തുടങ്ങുമ്പോഴാണോ ചെയ്യേണ്ടത്? അല്ല, ഭസ്മധാരണം ചെയ്യാൻ പഠിപ്പിക്കും ഇവിടെ. അതിനുശേഷം അപ്പൊ അടുത്ത ആഴ്ച ഭസ്മധാരണം എടുക്കും. ആദ്യം എടുക്കുന്ന ആചമനം, ഭസ്മധാരണം, പഞ്ചാക്ഷര ജപം. ഇതാണ് അടുത്ത ആഴ്ചത്തെ സിലബസ്. അത് നമുക്ക് നോട്ട് കിട്ടും, അതിന്റെ PDF നമുക്ക് കിട്ടുകയും ചെയ്യും കേട്ടോ. ഇങ്ങനെ ചെയ്യാനുള്ള കയ്യിൽ വെക്കണം അല്ലേ? അന്ന് വെക്കണ്ട, അന്ന് ക്ലാസ് എടുക്കുള്ളൂ. കണ്ടാൽ മാത്രം മതി. ഗുരുനാഥ് നമസ്തേ. ഹലോ ഗുരുനാഥ് നമസ്തേ. നമസ്കാരം. ആരായിരുന്നു? അനുരാഗ് എന്നാണ് പേര്. ഒറ്റപ്പാലത്താണ് വീട്. വീട്ടില് മുരുകക്കോവിലുണ്ട്. ഏകദേശം കുറച്ച് വർഷങ്ങളായിട്ടുള്ളതാണ്. നമ്മൾ പുനരുദ്ധാരണം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നല്ല രീതിക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഈ ഡിസംബർ 2-ാം തീയതി ഞാൻ എന്റെ തറവാട്ടമ്പലത്തിൽ നിന്ന് കാവടി എടുത്ത് നടന്നു പോവാണ് പളനിയിലേക്ക്. ഞാൻ എല്ലാ ആഴ്ചയിലും പളനിയിലേക്ക് പോവാറുണ്ട്, വാഹനത്തിലാണ് പോവാറ്. അപ്പൊ ഈ ആഴ്ച അങ്ങനെ എനിക്കൊന്ന് നടന്നു പോവാൻ, കാവടി എടുത്ത് ഇവിടുന്ന് ഊര് തണ്ടി പോകാനൊരു ആഗ്രഹം. അപ്പൊ അതിൽ ഗുരുനാഥന്റെ അനുഗ്രഹം ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുകയാണ്. പരമ്പര എന്റെ അല്ല, ഗുരു പരമ്പരയുടെ അനുഗ്രഹം പ്രാർത്ഥിക്കാം കേട്ടോ. അപ്പൊ നല്ല സമയത്ത് ക്ലാസ് ചെയ്യും. അതെ അതെ, യാദൃശ്ചികമായിട്ടാണ് ഈ ഒരു സമയത്ത് എനിക്ക് ഇതിലേക്ക് വരാനും പറ്റിയത്. അപ്പൊ അത് മുരുകന്റെ ഒരു അനുഗ്രഹമായിട്ട് തോന്നുന്നു. ചെറുപ്പം തൊട്ടേ ഒരു മുരുകഭക്തനാണ്. വളരെ മുരുകന്റെ നാമജപങ്ങളും കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാവുന്ന രീതിയിൽ ചെറുപ്പം തൊട്ട് ജയിച്ചു പോകുന്ന ഒരു വ്യക്തിയും കൂടിയാണ് ഞാൻ. സന്തോഷം. ഇന്നത്തെ ഈ ക്ലാസ്സിൽ ഒരു പ്രത്യേകത, വേറെ ഒരാളെന്നെ കാണാൻ വന്നിരുന്നു. ഈ ഭാഗത്തുള്ള ഒരാൾ തന്നെയാണ്. അയാൾ പാരമ്പര്യയുടെ ഗുരു, പക്ഷെ വിട്ടുപോയിരുന്നു ഗുരു കണക്ഷനൊക്കെ. പക്ഷെ കണ്ടുപിടിച്ചു, ജ്യോത്സ്യന്മാര് പറഞ്ഞു. യാദൃച്ഛ്യമായിട്ട് ഈ പരസ്യം കണ്ടു, ഫേസ്ബുക്കിൽ കണ്ടിട്ട് വന്നു. അതേപോലെയാണ് സാർ ഞാനും. ഞങ്ങൾക്ക് അവിടെ ആണ്ടിപൂജ എല്ലാം നടത്തുന്നുണ്ട് ഇപ്പൊ 2-3 വർഷമായിട്ട്. ഇവിടെ നായർക്കുഴി, കോഴിക്കോട് തന്നെ നാഗപ്പാട്ട് ഉണ്ടാവലുണ്ട് കുറെ വർഷങ്ങളായിട്ട്. ഇപ്പൊ 3 വർഷമായിട്ട് പിന്നെ ആണ്ടിപൂജ നടത്തുന്നുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങള് പഴനിമല പോകുന്നുണ്ട്. എല്ലാവരും സുബ്രഹ്മണ്യ ആൾക്കാരൊക്കെ ഉണ്ട്. രസം. ഇത് യാദൃച്ഛികമായിട്ടാണ് ഇതിങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോ കണ്ടത്. ശരി. ഗുരുനാഥൻ, പിന്നെ കണ്ണൂർ ഇതുവരെ വന്നില്ലല്ലോ. എനിക്ക് കണ്ണൂർ ഇതുവരെ വന്നില്ലല്ലോ. എന്റെ പേര് പ്രേമരാജ്. പിന്നെ അന്ന് വന്നപ്പോ ദീക്ഷ തരൂന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാന് പ്രേമരാജ്, ഞാന് മുന്നേ പിന്നെ ഗണപതി ഉപാസനയൊക്കെ പഠിച്ചിട്ടുണ്ട് ഓൺലൈനിൽ. അപ്പൊ ഞാൻ ചോദിച്ചിരുന്നു, ഞാൻ ഗായത്രി ദീക്ഷ ഇതുവരെ കിട്ടിയില്ല. അപ്പം പറഞ്ഞു ഇനി കണ്ണൂർ വരുമ്പോൾ തരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതുവരെ കണ്ണൂർ എത്തിയില്ലല്ലോ. കണ്ണൂർക്ക് വന്നു പോയി, എനിക്ക് 2 ആഴ്ച കൊണ്ട് പോയിരുന്നു അവിടെ. നേരിട്ട് വിളിക്കും, അങ്ങനെ വ്യക്തിപര കാര്യമല്ല. നിങ്ങൾ നേരിട്ട് വിളിക്കും കേട്ടോ. ക്ലാസ്സിന്റെ പൊതു കാര്യമല്ല കേട്ടോ. എന്നെ വിളിച്ചോളൂ കേട്ടോ. എന്റെ നമ്പർ വാങ്ങി. ആരാണ്? അജയ് കൃഷ്ണനാണ്, കോഴിക്കോട്. മുരുകഭഗവാന്റെ ഏത് ഭാവത്തെയാണ് ഉപാസിക്കുന്നത്? മുരുകഭഗവാന്റെ ഏത് ഭാവത്തെയാണ് ഉപാസിക്കുന്നത് ചോദിക്കുക. അതായത് ഇപ്പം ഏത് ഭാവത്തെയാണ് ഉപാസിക്കുന്നത് ചോദിക്കുക. അതായത് ഇപ്പം വജത് ഉണ്ട്, മുരുകൻ കുറെ ഭാഗങ്ങളുണ്ടല്ലോ. ഉപദേശമായിട്ട് പറയേണ്ടതല്ലേ? അത് ഉപദേശമായിട്ട് പറയേണ്ടത്. പൊതുവായിട്ട് പറയേണ്ടത് സാധനമല്ല. ഉപദേശം കേട്ടോ. ശരി ശരി.
പിന്നെ ചാറ്റ് ബോക്സ് രണ്ട് ചോദ്യങ്ങൾ തോന്നിയിട്ടുണ്ട് വിശ്വട്ടാ. ചോദിക്കും. മുരുകനും നാഗദേവതയും എങ്ങനെയാണ് ബന്ധം എന്നാണ്. സുബ്രഹ്മണ്യൻ സർപ്പരൂപത്തിലാണ് സുബ്രഹ്മണ്യൻ പാർവതിയെ പ്രത്യക്ഷപ്പെട്ടത്. അപ്പൊ നാഗവുമായിട്ടൊരു ബന്ധമുണ്ട്. വേറൊരു പ്രശ്നം എന്ന് വെച്ചാല് ഈ സുബ്രഹ്മണ്യോപാസ സിദ്ധി വന്ന ആളുകളുണ്ട്. ധാരാളം ആളുകൾ സിദ്ധി വരും പെട്ടെന്ന്. മറ്റു ദേവതകളെ അപേക്ഷിച്ച് സിദ്ധി വരാൻ പോകുന്നു. ശരിക്കും സർപ്പക്കാവ് എന്ന് പറയുന്നത് യോഗീശ്വരന്മാരുടെ സമാധി സ്ഥാനമാണ്. സർപ്പക്കാവ് ശരിക്കും പാമ്പിന്റെ സ്ഥാനം മാത്രമല്ല, പാമ്പെന്ന് പറയുന്നത് മാത്രമല്ല സത്യത്തിൽ അത് യോഗീശ്വരന്റെ സമാധിയാണ്. മഹാക്ഷേത്രങ്ങൾ മഹർഷിമാരുടെ സമാധിയാണ്. ഇതുപോലെ തറവാടുണ്ടായ യോഗീശ്വരന്റെ സമാധിയാണ് സർപ്പക്കാവെന്ന് കണ്ടെത്താൻ കഴിയും. അപ്പോൾ യോഗീശ്വരന്മാർ പലപ്പോഴും പല യോഗീശ്വരനും സുബ്രഹ്മണ്യവാസകന്മാരാണ്. അതുകൊണ്ടായിരിക്കണം ഇതൊരു ബന്ധം പറയാൻ കാരണം. അപ്പൊ സർപ്പവും സുബ്രഹ്മണ്യം പിന്നെ പ്രധാനമായി സുബ്രഹ്മണ്യ രൂപേണ അതൊരു ഒരു പ്രതീകമാണ്. ശരിക്കും സുബ്രഹ്മണ്യനായിട്ട് പ്രത്യക്ഷപ്പെട്ടു എന്നൊക്കെ പറയുന്നത് അത് ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ വിശദീകരിക്കാം. അപ്പൊ സുബ്രഹ്മണ്യൻ പാർവതിക്ക് പ്രത്യക്ഷമായത് സർപ്പരൂപേണയാണ്. അപ്പൊ അതുകൊണ്ട് സുബ്രഹ്മണ്യനും സർപ്പം ഒന്നായിട്ട് കരുതാറുണ്ട്. ആണ് പ്രധാനപ്പെട്ട ഒരു വിഷയം. അത് മുൻപോട്ട് പറയും. ഒരു സംശയമാണ്. അതുപോലെ നമ്മുടെ ഈ മുരുകന്റെ രൂപങ്ങൾ അല്ലെങ്കിൽ ചിത്രങ്ങൾ ദർശിക്കുന്ന സമയത്ത് അതിൽ ഈ മയില് ഒരു നാഗത്തെ പിടിച്ചിരിക്കുന്നതായിട്ടുള്ളത് കണ്ടിട്ടുണ്ട്. അത് ഈ കുണ്ടലിനി ശക്തിയെ അടക്കി പിടിച്ചതിൻ്റെതായിട്ടുള്ള ഒരു ഞാൻ ക്ലാസ് വിശദീകരിക്കാം കേട്ടോ. ഞാൻ ചോദ്യം അത് പറയേണ്ട ഒരു വിഷയമാണ് നമ്മുടെ കേട്ടോ. എനിക്ക് അത് തന്നെയാണ് ഉദ്ദേശിച്ച കാര്യം തന്നെയാണ് അവിടെ രണ്ടും വിശദീകരിക്കാം കേട്ടോ. ചേട്ടാ ക്ലാസിന്റെ കാലയളവിൽ എന്തെങ്കിലും ഒരു വ്രതം എടുക്കേണ്ടതുണ്ടോ എന്ന് ചോദിക്കുന്നു. നിങ്ങൾ തീരുമാനിക്കും. ഞാൻ പൊതുവായിട്ട് പറഞ്ഞാൽ നിങ്ങളുടെ ജീവിത സാഹചര്യം എനിക്ക് എന്താണെന്ന് അറിയില്ല. ഒരു വ്രതം എടുക്കുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് ഉപദേശം തരുന്ന സമയത്ത് ഇപ്പൊ നമുക്ക് 2-3 ആഴ്ച ഉപദേശം തരും. ഈ 7-ാം തീയതി അല്ല, അടുത്ത ഒന്നിട. അപ്പൊ ശരിക്കും ആ ഉപദേശം സ്വീകരിക്കുന്നവരെ ഒരു വ്രതം സ്വീകരിക്കുന്നല്ല. അതുകൊണ്ട് നമ്മൾ സാധനം പോലെ പഞ്ചാക്ഷരം മറ്റേ ഭസ്മധാരണം പഞ്ചാക്ഷരം ജപിക്കാനാണ് പറയാറ് സാധാരണ. അതിനാണ് ആദ്യം പഞ്ചാക്ഷര ഉപദേശം കൊടുക്കുന്നത്. ആ ഒരു വ്രതം എന്നുള്ളതിലേക്ക് നമുക്ക് പാപം തീരാൻ വേണ്ടിയിട്ട് പഞ്ചാക്ഷര ജപം നല്ലതായതുകൊണ്ടാണ് ആദ്യം പഞ്ചാക്ഷരം കൊടുക്കുന്നത്. നമ്മൾ കൊടുക്കുന്ന വ്രതം ശരിക്കാതെ ജപിക്കാന്ന് മാത്രമേ പറയുന്നുള്ളൂ. ബാക്കി നിങ്ങളുടെ ജീവിത സാഹചര്യം അനുസരിച്ച് വ്രതങ്ങൾ എടുത്തോളൂ കേട്ടോ. പിന്നെ ഇപ്പം മണ്ഡലമായതുകൊണ്ട് പൊതുവെ എല്ലാവർക്കും വ്രതമൊക്കെ ഉണ്ടാവുമല്ലോ പൊതുവെ. കുലദേവത എങ്ങനെയാണ് കണ്ടെത്തുന്നത്? അത് കണ്ടെത്താൻ കഴിയുമോ ഗുരുനാഥ? ഉത്തരം തരാം. സംശയം എന്താ? നിങ്ങളുടെ ഉള്ളിലാണ് കുലദേവത ഉള്ളത്. നമ്മുടെ കുലദേവത നമ്മുടെ ഉള്ളിൽ തന്നെയാണ്, പുറമേ ഒന്നുമല്ല. ഉറച്ചു വിളിച്ചാൽ ഒരു വിളക്ക് കൊളുത്തി വെച്ച് എൻ്റെ അമ്മയെ സങ്കല്പിച്ച് വിളക്ക് കൊളുത്തി വെച്ച് അവിടെ കുലദേവ ഉണ്ടാവും. നിങ്ങൾ പുറത്ത് അന്വേഷിച്ചു പോകുന്നുണ്ട്, നിങ്ങളുടെ ഉള്ളിൽ തന്നെ അന്വേഷിച്ചാൽ അപ്പൊ സ്വാഭാവികമായിട്ട് കണ്ടെത്തും. ശ്രേഷ്ഠാചാര്യ സഭയുടെ പ്രവർത്തകരുടെ അനുഭവം അതാണ്. തൻ്റെ ഉള്ളിലാണ് കുലദേവത. നെഞ്ഞത്ത് കൈവച്ച് പറഞ്ഞാൽ എൻ്റെ അമ്മയെ വിളിച്ചാൽ വരും. എന്നാൽ കുറച്ച് കഴിഞ്ഞാൽ യഥാർത്ഥ സ്ഥലം നഷ്ടപ്പെട്ടു വേണ്ടൊക്കെ ആണ് തിരിച്ചു കിട്ടും. നമുക്ക് തന്നെ അനുഭവം ഉണ്ട്. പൂജാ കഴിഞ്ഞ ഒരു 6-7 മാസം കൊണ്ട് ഒരു അനുഭവം ഉണ്ട്. തൃശ്ശൂർ ഒരു വീട്ടില് പൂജാ ക്ലാസ്സിലുള്ള ആളാണ്. അവർക്ക് ഞാൻ പറയും കുലദേവ ക്ലാസ് പഠിപ്പിക്കാറുണ്ട്. അതനുസരിച്ച് കുലദേവ ആരാധന തുടങ്ങി. അവരുടെ ക്ഷേത്രം വേണ്ടി എല്ലാവരും ഒന്നിച്ച് യോജിച്ച് ആ ക്ഷേത്രം പിന്തുടരിക്കാൻ പോവാണ്. പ്രത്യക്ഷ അനുഭവം തന്നെ. അതുപോലെ തന്നെ വേറൊരു ടീച്ചർ, ടീച്ചറാണ്, ധാരാളം കുലദേവ നഷ്ടപ്പെട്ട് ധാരാളം പരിഹാരങ്ങൾ ചെയ്തു. മനസ്സിലായല്ലോ? പ്രശ്നം വെച്ചും പറഞ്ഞു ആ പണ്ടൊക്കെ പ്രശ്നം വെച്ചാൽ കുലദേവ ദോഷമാണ് കാണാം. ഭയങ്കര ബുദ്ധിമുട്ടാണ്, പ്രശ്നം പരിഹാരം ചെയ്യാൻ പറയും. അവരാരാധന തുടങ്ങിയപ്പോൾ ജ്യോത്സ്യം പറഞ്ഞു കുലദേവ ശക്തമായ സാന്നിധ്യം നിങ്ങളിലുണ്ടെന്ന് പറഞ്ഞു. നമ്മുടെ ഉള്ളിൽ ആ കുലദേവ പ്രത്യക്ഷമാക്കേണ്ടത് പുറത്തല്ല. കഴിയും എന്നുള്ള ഉറപ്പാണ്. അനുഭവിക്കാൻ കഴിയും, അനുഭവിച്ചാൽ മതിയല്ല. ശരി, പിന്നെന്താ ഞാൻ പറയാം. കുലദേവ ആരാധന എടുക്കുന്നുണ്ട് ക്ലാസ്സിൽ, ഒന്നുകൂടെ പറയാം. ഈ ക്ലാസ് മുൻപോട്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും. മറ്റു ഉപാസനയുടെ കൂടെ മുരുകോപാസന ചെയ്യുന്നതിൽ കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല, ഏത് ഉപാസനയും ചെയ്യാം. ഒന്നും പരസ്പര വൈരുദ്ധ്യമുള്ളതല്ല, പരസ്പര പൂരകങ്ങളാണ് എല്ലാ ദേവതകളും. ഒന്നും പരസ്പര വൈരുദ്ധ്യമുള്ളതല്ല. ഗുരുനാഥ, ഒരു സംശയം.
ഞാനൊരു 4 വർഷം മുന്നേ ഒരു ഗുരുനാഥന്റെ കയ്യിൽ നിന്ന് ഒരു മുരുകന്റെ മന്ത്രം സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഉപാസന രീതിക്ക്. അത് കൃത്യമായിട്ട് ജപിച്ചു പോരുന്നു. അതിനനുസരിച്ച് നമുക്കതിൽ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വളരെ പോസിറ്റീവ് ആയിട്ടുള്ള അനുഭവങ്ങളാണ്. സ്വപ്ന ദർശനവും പിന്നെ അതുപോലെ പളനി പോയിട്ടുണ്ടായിട്ടുള്ള പല അനുഭവങ്ങളും ഉണ്ട്. അത് തുടർന്ന് ഞാൻ ജപിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സംശയം തരാം, അത് തുടരണം കേട്ടോ. ഓക്കെ. നിർബന്ധമായിട്ട് ഒന്നും വിടാനല്ല ഈ ക്ലാസ് തുടങ്ങുന്നത്, കൂട്ടിച്ചേർക്കാൻ വേണ്ടിയിട്ടാണ്, കൃത്യമാകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പക്ഷെ അതില് ഭാവ വ്യത്യാസം വരുന്ന സമയത്ത് അതിൽ നമുക്ക് ബുദ്ധിമുട്ടില്ലല്ലോ അല്ലെ? അത് വ്യത്യാസമില്ല, അതത് ഉപാസിക്കൂ കേട്ടോ. ആ ഗുരുനാഥൻ പറഞ്ഞ കാര്യങ്ങൾ എല്ലാ ഗുരുനാഥന്റെ ചൈതന്യം പരമ്പരയുടെ ചൈതന്യം ഒന്നാണ്. ഒരിക്കലും വിടരുത്. നമുക്ക് ഏതെങ്കിലും മന്ത്രം എവിടുന്നെയും കിട്ടിയിട്ടുണ്ടെങ്കിൽ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ഒഴിവാക്കാനല്ല ശ്രേഷ്ഠാചാര്യ ഒരു ക്ലാസ് ഉണ്ട്. അത് കൂടുതൽ ശക്തമാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കാവുന്ന എന്തെങ്കിലും നമ്മൾ സ്വീകരിക്കാം കേട്ടോ. ശരി, പിന്നെന്താ പിന്നെ ചേട്ടാ, ക്ലാസ്സിൽ മയിൽ, കോഴി, വേൽ എന്നിവയുടെ അർത്ഥങ്ങൾ ക്ലാസ്സിൽ പറഞ്ഞു തരാം. ധ്യാനശ്ലോകം എടുക്കും, അപ്പം പറയുന്നതൊക്കെ കേട്ടോ. ധ്യാനശ്ലോകമൊക്കെ വിശദീകരിക്കും. ശരി. ചിലതൊക്കെ പ്രതീകങ്ങളാണ്, എന്താണ് പറയുന്നത് കേട്ടോ. സംശയം ഉണ്ടാവുമ്പോൾ ചോദിച്ചാൽ പറഞ്ഞ വിശദീകരിച്ചപ്പോൾ ചോദിക്കാം. എല്ലാ ക്ലാസ്സും അവസരമുണ്ട്. സുഭാഷ് ജി ഹാൻഡ് റൈസ് ചെയ്തിരുന്നു, ചോദിച്ചോളൂ സംശയം ഉണ്ടെങ്കിൽ. സുഭാഷ് സുഭാഷ് അൺമ്യൂട്ട് ചെയ്യും. ഇല്ല, ഹാൻഡ് റൈസ് ചെയ്തിരുന്നല്ലോ. ചിലപ്പോൾ അത് ചെയ്ത് നോക്കിയതായിരിക്കാം. വേറൊന്നുമില്ല ചേട്ടാ. ശരി, അടുത്ത ക്ലാസ് 2 ആഴ്ച കഴിഞ്ഞല്ലേ ചേട്ടാ? അത് 7-ാം തീയതി. അടുത്ത 7-ാം തീയതി, 7-ാം തീയതി അല്ല, 14-ാം തീയതി. അല്ല, അടുത്ത ക്ലാസ് 14-ാം തീയതി ഉണ്ടാവും അല്ലേ? അതെ ചേട്ടാ, ഒരാഴ്ച 7-ാം കഴിഞ്ഞു. തീയതി 14-ാം തീയതി ക്ലാസ് ഉണ്ടാവും, 14-ാം തീയതി ക്ലാസ് ഉണ്ടാവും. ഓക്കെ, ശരി. എല്ലാവരും പാദപ്രണാമം ഗുരുനാഥ. നമസ്കാരം. നമസ്കാരം. എല്ലാവരും എൻ്റെ വിജയമായ നമസ്കാരം. അടുത്ത 14-ാം തീയതി അവർ വീണ്ടും കാണാം. നമസ്കാരം.